ഇത്തരമൊരു മഹാന്മാർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മഹത്തുക്കൾ ചെയ്ത ഏറ്റവും വലിയ ദൗത്യം അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനം നിർവഹിച്ചു എന്നതാണ്. ഇന്ത്യ മുഴുക്കയും ലോകം മുഴുവനുമുള്ള ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിന്റെ പ്രഭവ കേന്ദ്രങ്ങളെ പരിശോധിച്ചാൽ അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് എന്ന് കാണാൻ കഴിയും. അവർ ഇസ്ലാം മത പ്രബോധനത്തിനു വേണ്ടി ജനസമൂഹത്തിന്റെ മനസ്സുകൾ നന്മയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള മനോഹരമായ ആത്മീയ പ്രവർത്തനങ്ങളാണ് നിർവഹിച്ചത്. അവരുടെ ജീവിതം സമർപ്പണം ചെയ്തുകൊണ്ട് അവർ സച്ചരിതരായി ജീവിച്ചുകൊണ്ട് ജനങ്ങളെ തങ്ങളിലേക്ക് ആകർഷിച്ചു. വ്യക്തിജീവിതം വിശുദ്ധമാകുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരുന്നത്. ആ അനുഗ്രഹീതമായ ചുറ്റുപാടിൽ ജീവിച്ച മഹത്തുക്കൾ ഇസ്ലാമിന്റെ പ്രബോധനത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. മൗലാന അബുൽ ഹസൻ അലി നദ്വി സാഹിബ് ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനും പ്രതിഭാസമ്പന്നനുമായ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ റിജാലുൽ ഫിക്രി വദ്ദഅവ എന്ന ഗ്രന്ഥത്തിൽ ഔസുൽ ആലമിന്റെ മജ്ലിസിൽ വന്നുകൊണ്ട് ഒട്ടേറെ ആളുകൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം സ്വീകരിച്ചതിന്റെ ഉദാഹരണങ്ങൾ പറയുന്നു. തെമ്മാടികളായ ആളുകൾ പോലും നിരീശ്വരവാദികൾ പോലും അള്ളാഹുവിലേക്ക് അടുക്കുവാൻ ബഹുമാനപ്പെട്ടവരുടെ പ്രവർത്തനം കാരണമായി എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ച ഗ്രന്ഥമാണ്. ആധുനിക കാലത്തെ പണ്ഡിതന്മാർ പോലും അത് സമ്മതിക്കുന്നുവെങ്കിൽ ഓർക്കണം നിങ്ങൾ, ഇന്ത്യയുടെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് മഹാനുഭാവന്റെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഖുതുബുദ്ദീൻ ബക്തിയാർ കാക്കി റഹ്മത്തുള്ളാഹിലേക്ക് തങ്ങൾ മുതൽ അവിടുന്ന് ഇങ്ങോട്ടുള്ള പ്രഗത്ഭരായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ ദീനി പ്രബോധന പ്രവർത്തനത്തിന്റെ ചുക്കാൻ പിടിച്ചതായി ഇന്ത്യ മുഴുക്ക കാണാൻ കഴിയും. അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇവിടെ ഉപ്പാപ്പയും. തങ്ങളുപ്പാപ്പ നിർവഹിച്ച ദൗത്യവും അത് തന്നെ. അവർ ജനങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുവാനോ സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാനോ അല്ല ആഗ്രഹിച്ചത്. അവർ ത്യാഗം സഹിച്ച് കട്ടപ്പെട്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനമാണ് നിർവഹിച്ചത്. അത്തരം ആളുകളെ നമ്മൾ എന്തിനാണ് ആദരിക്കുന്നത്, എന്തിനാണ് ഉറൂസ് മുബാറക്ക് കൊണ്ടു നടക്കുന്നത്? അവരിലൂടെ പടച്ചറബിലേക്ക് അടുക്കാൻ എളുപ്പവഴിയുണ്ട് എന്നതുകൊണ്ട് തന്നെ. ഇത് നമ്മുടെ തെറ്റിദ്ധാരണയോ അള്ളാഹുവിനോട് നേരിട്ട് ചോദിച്ചാൽ പോരെ എന്ന ചോദ്യം ചോദിക്കുന്ന ആളുകൾ വിചാരിച്ചതുപോലെ കരുതിയതുപോലെ നമ്മൾ അള്ളാഹുവിൽ നിന്ന് മറ്റൊരാളിലേക്ക് തങ്ങളുടെ പ്രാർത്ഥന നീക്കുകയല്ല ചെയ്തത്. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു സുഗമമായ മാർഗം സ്വീകരിച്ചുവെന്ന് മാത്രം. ആ മാർഗം ആരാണ് നമുക്ക് പറഞ്ഞു തന്നത്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ പടച്ച തമ്പുരാൻ തന്നെയാണ് പറഞ്ഞത്. ചെറുപ്പക്കാരോടാണ് ഞാൻ പറയുന്നത്, കാരണവന്മാർക്ക് അതിൽ ഒരു സംശയവും അശേഷമുണ്ടാകാനിടയില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ എന്ന് പറഞ്ഞ ശേഷം പിന്നെ തുടരുന്നു, വബ്തഗൂ ഇലൈഹിൽ വസീല, നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് വേണ്ടി വസീല തേടണം, മധ്യവർത്തിയെ തേടണം. എന്തിനാണ് അള്ളാഹുവിനും നമ്മൾക്കും ഇടയ്ക്കിൽ മധ്യവർത്തി എന്ന് ചോദിക്കുന്നവർ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം പഠിക്കണം. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് മഹാന്മാരെ തവസ്സുൽ ചെയ്യുക, അവരെ മുന്നിൽ നിർത്തുക എന്നത്. ഈ തവസ്സുൽ കൊണ്ടാണ് പടച്ചറബിലേക്ക് നമുക്ക് അടുക്കാൻ കൂടുതൽ വേഗത്തിൽ കഴിയുക. വജാഹിദൂ ഫീ സബീലിഹി ലഅല്ലകും തുഫ്ലിഹൂൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ പരിശ്രമിക്കുകയും കൂടി ചെയ്താൽ നിങ്ങൾക്ക് വിജയം പ്രാപിക്കാൻ കഴിയും. എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആധുനിക ലോകത്തെ നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറയിലേക്ക് പോകുന്നതിന്റെ പകരം ബാഹ്യ കാര്യങ്ങളിൽ മാത്രം വ്യാപൃതനായിക്കൊണ്ട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് പടച്ച റബ്ബിനോട് നേരിട്ട് പറഞ്ഞാൽ പോരാ? എന്തിനാണ് ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇടതേടാൻ നിൽക്കുന്നത്? അതിന് മറുപടിയാണ് പടച്ച റബ്ബിന്റെ പരിശുദ്ധ ഖുർആൻ വജാഹിദൂ ഫീ സബീലിഹി ലഅല്ലകും തുഫ്ലിഹൂൻ എന്ന് പറയുന്നതിന്റെ മുമ്പ് വബ്തഗൂ ഇലൈഹിൽ വസീല, അള്ളാഹുവിലേക്ക് നിങ്ങൾ വസീല തേടണേ. ഇത് ഖുർആന്റെ നസ്സായ പ്രഖ്യാപനമാണ്. മാത്രമല്ല നിങ്ങൾ ഓർക്കണം, അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്ന കുറവെന്താണ്? ഒരു ഖബറിൽ ചെന്നുകൊണ്ട് നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോൾ എന്ത് കുറവാണ് സംഭവിക്കുന്നത്?
നിങ്ങൾക്ക് നേരെ കൈപ്പൊക്കി പടച്ച റബ്ബിനോട് ചോദിക്കുന്നതിന് പകരം എന്തിനാണ് നിങ്ങൾ ഒരു മക്കാമിൽ പോകുന്നത് എന്ന് ചോദിച്ചാൽ ആദരവിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നതാണ് അതിന്റെ ലക്ഷ്യം. ആദരവ് അതുപോലെ തന്നെ ആരാധന, ഇത് രണ്ടും രണ്ടാണ്. ആദരവും ആരാധനയും രണ്ടാണ്. ആദരവിലൂടെ പടച്ച റബ്ബിലേക്ക് നമുക്ക് വേഗത്തിലെത്താൻ കഴിയും. എത്രയോ ഉദാഹരണങ്ങളിലെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. ഒരു ഉദാഹരണം, നമ്മളിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി അള്ളാഹുവിന്റെ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ എപ്പോഴെങ്കിലും ചെന്നാൽ, ഹറമെന്ന് പറഞ്ഞാൽ വിശാലമായ സ്ഥലമാണ്, അതിലാണ് മസ്ജിദുൽ ഹറാം. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകം വഹുദൽ ലിൽ ആലമീൻ ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ മഖാമു ഇബ്രാഹീമും അതിന്റെ ചരിത്രങ്ങളുമൊക്കെ മനോഹരമായി സ്മരിക്കുന്നതിനെ കുറിച്ച് ഖുർആൻ എടുത്തുദ്ധരിച്ചുകൊണ്ട് ലോകത്തെ ഒന്നാമത്തെ പള്ളിയെ കുറിച്ച് പറയുന്നു. ആ പള്ളി നിൽക്കുന്ന മസ്ജിദുൽ ഹറാമിൽ ഒരു വിശ്വാസി പ്രവേശിച്ചാൽ, ലോകത്തെ ഏത് പള്ളിയിൽ ഒരു വിശ്വാസി കടന്നു ചെന്നാലും ആദ്യം ചെയ്യേണ്ടത് 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കാരമാണ്. എന്നാൽ മസ്ജിദുൽ ഹറാമിലേക്ക് ഒരാൾ കടന്നു ചെന്നാൽ ആദ്യം ചെയ്യേണ്ടത് തവാഫാണ്. ഉംറക്ക് ഇഹ്റാം ചെയ്ത് ചെന്നാലും ഹജ്ജിന് ഇഹ്റാം ചെയ്ത് ചെന്നാലും ഇഹ്റാം ചെയ്യാതെ ചെന്നാലും ഏത് കാര്യത്തിന് വേണ്ടി നിങ്ങൾ പരിശുദ്ധ ഹറമിൽ പ്രവേശിച്ചാലും മസ്ജിദുൽ ഹറാമിന്റെ തഹിയ്യത്ത് തവാഫാണ്. നിങ്ങൾക്ക് അവിടെ നിസ്കരിക്കാൻ അവസരം ചില സന്ദർഭത്തിൽ അനിവാര്യമായി വരും. ഉദാഹരണം, ഫിഖ്ഹിന്റെ കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഒരു നിസ്കാരം നിങ്ങൾക്ക് ബാധ്യതയായി നിൽപ്പുണ്ട്. ഉദാഹരണമായി, നിങ്ങൾ ഒരു 3 മണിക്ക് പ്രവേശിച്ചു, ളുഹർ നമസ്കരിച്ചിട്ടില്ല, തവാഫ് എന്നാൽ ളുഹർ ഖളാ ആയി പോകും, അപ്പോൾ നിങ്ങൾക്ക് നിസ്കരിക്കാം. നിങ്ങൾ അവിടെ കയറി ചെല്ലുമ്പോൾ ജമാഅത്ത് നടക്കുകയാണെങ്കിൽ അതിൽ കൂടാം. നിങ്ങൾക്കൊരു തവാഫ് ചെയ്യാൻ കഴിയാത്ത വിധം ജനങ്ങൾ ഒന്നാകെ നിറഞ്ഞ് നിർഭരമായി നിൽക്കുന്നു, മതാഫിലേക്ക് ഇറങ്ങാൻ വയ്യ, അങ്ങനെ വരുമ്പോഴും നിങ്ങൾക്ക് നിസ്കരിക്കാം. അല്ലാത്ത സമയത്തൊക്കെ മുന്തിക്കേണ്ടത് തവാഫിനെയാണ്. തവാഫിന്റെ ശേഷമാണ് 2 റക്അത്ത്. ഞാൻ കർമ്മശാസ്ത്രം പഠിപ്പിക്കുകയല്ല, പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട ഒരു സത്യത്തിലൂടെ നിങ്ങളെ സഞ്ചരിപ്പിക്കുകയാണ്. ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യൻ ചിന്തിക്കണം, ആ പരിശുദ്ധമായ നിസ്കാരം 2 റക്അത്ത് നിർവഹിക്കേണ്ടത് തവാഫിന്റെ ശേഷമാണ്. അത് നമ്മുടെ മദ്ഹബിൽ സുന്നത്താണ്, ഹനഫി മദ്ഹബിൽ വാജിബാണ്. അതുകൊണ്ട് തന്നെ 2 മദ്ഹബിലുള്ള അന്തരം കൊണ്ട് അത് വളരെ പ്രധാനമാണെന്ന് ബോധ്യം. ആ 2 റക്അത്ത് നമസ്കാരം നമ്മൾ നിർവഹിക്കുമ്പോൾ അത് എവിടെ നിർവഹിക്കണം? യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ചിന്തിക്കുന്നവർ, നേരിട്ട് പടച്ച റബ്ബിനോട് ചോദിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്നവർ, ആദ്യം നിസ്കരിക്കാൻ തിരഞ്ഞെടുക്കേണ്ട സ്ഥലമേതാണ്? അവിടുത്തെ ഏറ്റവും പുണ്യപ്പെട്ട സ്ഥലം. നമ്മൾ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ നല്ല ഭാഗമാണ് എടുക്കുക എന്ന പോലെ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ച ഒരു മനുഷ്യന് ഏറ്റവും നല്ല ഭാഗം ഏതാ? കഅബയുടെ ഉൾഭാഗമാണ്. പക്ഷെ സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഅബയുടെ ഉൾഭാഗത്ത് പ്രവേശനമില്ല. എന്നാലും നമുക്ക് പ്രവേശിക്കാവുന്ന കഅബയുടെ ഒരു ഉൾഭാഗമുണ്ട്, അത് ഹിജ്ർ ഇസ്മായിലാണ്. പുണ്യ നബി പറഞ്ഞിട്ടുണ്ട് അത് കഅബയുടെ ഉൾഭാഗമാണ്, അത് കഅബയിൽ പെട്ട ഭാഗമാണെന്ന് ചരിത്രം സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അവിടെയാണ് മീസാബ് അഥവാ സ്വർണ്ണപ്പാത്തി. അദ്ദുആഉ തഹ്തൽ മീസാബി മുസ്തജാബുൻ. മീസാബിന്റെ ചുവട്ടിൽ ദുആ ചെയ്താൽ അത് ഉത്തരം കിട്ടുന്ന പ്രവർത്തനമാണ്. ആ ദഅവത്ത് മുസ്തജാബത്താണ്. അവിടെ ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമെന്ന് പരിശുദ്ധ തിരുദൂതർ പഠിപ്പിച്ചു. എന്തേ തവാഫ് കഴിഞ്ഞ ശേഷമുള്ള നിസ്കാരം അവിടെ നിസ്കരിക്കാൻ പറയാതിരുന്നത്? രണ്ടാമതൊരു പക്ഷേ നമുക്ക് ഏറ്റവും പ്രിയങ്കരമായ സ്ഥലം തോന്നുക കഅബയുടെ പുറത്താണെങ്കിലും ഹജറുൽ അസ്വദിന്റെ മൂലയാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? വക്കില ബിഹി 70 മലക്കാ. 70 മലക്കുകളെ പടച്ച റബ്ബ് അവിടെ നിയോഗിച്ചിരിക്കുന്നു. നിങ്ങൾ അവിടെ സഞ്ചരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പറഞ്ഞാൽ, ദുആ ചെയ്താൽ, യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുന്നതിന് ഒരു ഉത്തരം പറയും. മലക്കുകൾ ഉത്തരം പറയുന്ന മനോഹരമായ സ്വർഗ്ഗത്തിൽ നിറക്കപ്പെട്ട കല്ല് അർറുക്നു വൽ മഖാമി യഖൂതതാനി മിൻ യവാഖീതിൽ ജന്ന ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പുണ്യ നബി പറഞ്ഞു, ഹജറുൽ അസ്വദും അതുപോലെ തന്നെ ഹിജ്ർ ഇസ്മാഈലും സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ട് ഹജറുൽ അസ്വദും അതുപോലെ തന്നെ മഖാമു ഇബ്രാഹീമും സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന 2 കല്ലുകളാണ്. അതുകൊണ്ട് തന്നെ ആ ഹജറുൽ അസ്വദിന്റെ സമീപത്ത് മലക്കുകൾ 70 എണ്ണം എപ്പോഴും ഉണ്ടാകും. ചിലപ്പോൾ
കണക്കാക്കാൻ പറ്റാത്ത അത്ര മലക്കുകൾ ഉണ്ടാകുമെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അത്രമാത്രം മലക്കുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് എന്തുകൊണ്ട് നിസ്കരിച്ചുകൂടാ? നിസ്കരിച്ചാൽ ശരിയാകുമോ ഇല്ലയോ, കടം വീടുമോ ഇല്ലയോ എന്നതല്ല, അവിടെ നിസ്കരിക്കാനല്ലല്ലോ ഒന്നാം സ്ഥാനം കൽപ്പിച്ചു നിർദ്ദേശിച്ചത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ മുൽത്തസം എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന കഅബയുടെ വാതിൽപ്പടിയും ഹജറുൽ അസ്വദും തമ്മിലുള്ള 2 മീറ്റർ അകലമുള്ള സ്ഥലത്ത് നിന്ന് നിസ്കരിച്ചാൽ അവിടെ എന്തോ ഒരു പുണ്യമുണ്ട് എന്നതിന്റെ തെളിവാണ്. ജനങ്ങൾ അവിടെ കവിളൊട്ടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് മുൽത്തസം എന്ന പേരു തന്നെ കിട്ടിയത്. ആ സ്ഥലത്ത് നിന്ന് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പ്. അവിടെയും നിസ്കരിക്കാൻ പറഞ്ഞില്ലല്ലോ, വാതിലിന്റെ മുമ്പിൽ പറഞ്ഞിട്ടില്ല. അവിടെ നിസ്കരിച്ചാൽ ശരിയാകുമോ ഇല്ലയോ എന്നതല്ല. പിന്നെ ഒരു സ്ഥലമുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം, റുക്നുൽ യമാനി. തവാഫിൽ പോലും തൊട്ടുമുറ്റൽ സുന്നത്തുള്ള സ്ഥലം. ആ റുക്നുൽ യമാനിയുടെ സമീപത്തുള്ള പ്രത്യേകത എന്താണ്? അലർ റുക്നുൽ യമാനി മലക്കാനി യുഅമ്മിനാൻ. എപ്പോഴും അതിലെ സഞ്ചരിക്കുന്നവരുടെ ദുആക്ക് ഉത്തരം പറയുന്ന, ദുആക്ക് ആമീൻ പറയുന്ന 2 മലക്കുകൾ അവിടെ സാന്നിധ്യമുണ്ട്. എന്തുകൊണ്ട് അവിടെ നിസ്കരിച്ചുകൂടാ? ഞാനീ പറഞ്ഞ പുണ്യപ്പെട്ട നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്ന ഈ സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിസ്കരിക്കാൻ പറഞ്ഞത് വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. നിങ്ങൾ ഇബ്രാഹിം മഖാമിന്റെ പുറകിൽ നിസ്കരിക്കണേ. എന്താണ് ഇബ്രാഹിം മഖാം? പ്രഥമ ബുദ്ധി കൊണ്ട് മുഴുവൻ ആളുകൾക്കും അറിയാം, അത് കേവലം ഒരു കല്ലാണ്, വെറും ഒരു കല്ല്. കല്ലിന്റെ പ്രത്യേകത, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ നിർമ്മിക്കുമ്പോൾ അതിന്മേൽ കയറി നിന്നിട്ടുണ്ട്, അതിന്റെ പാദപതനമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാദപതനമുള്ള കല്ലാണ് ആ കല്ല്. നിങ്ങൾ അവിടെ നിസ്കരിക്കുമ്പോൾ സത്യത്തിൽ ഒരു കല്ലിന്റെ മുമ്പിലാണ് സുജൂദ് ചെയ്യുന്നത്. അവിടെ തന്നെ സുജൂദ് ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആന്റെ നസ്സാണ്. നമ്മൾ ആ കല്ലിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുമ്പോൾ അത് കല്ലിനെ ആരാധിക്കലാകുമോ? അതല്ല ഇബ്രാഹിം മഖാം എന്ന് പേരുള്ളത് കൊണ്ട് ഇബ്രാഹിം നബിയെ ആരാധിക്കലാകുമോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ട്? നമ്മുടെ മനസ്സിന്റെ നിയ്യത്താണ് പ്രധാനം. ആ കല്ലിന് ഒരു ദിവ്യത്വവും നമ്മൾ കൽപ്പിക്കുന്നില്ല. ആ കല്ലിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. എന്റെ അമുസ്ലിം സഹോദരൻ ഒരു അമ്പലത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള കല്ലിനെ എങ്ങനെ കാണുന്നുവോ അത് ദൈവത്തിന്റെ പ്രതീകമാണ്, ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്. അങ്ങനെയുള്ള ഒരു സാന്നിധ്യം നമ്മുടെ ഈ കല്ലിൽ ഒരിക്കലും നമ്മൾ പറയുന്നില്ല, കാണുന്നില്ല, ചിന്തിക്കുന്നില്ല. പിന്നെ എന്താണ് അവിടെ ചെയ്യേണ്ടത്? കഅബാലയം പുതുക്കി പണിതുകൊണ്ട് സമൂഹത്തിന് സമർപ്പണം ചെയ്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പ്രവർത്തനമാണ് നിർവഹിച്ചത്. തന്റെ മകനെയും തന്റെ ഭാര്യയും അല്ലാഹു പറഞ്ഞപ്പോൾ അവിടെ കൊണ്ടു ചെന്നാക്കി. ആ മകൻ വളർന്നപ്പോൾ മകനെ കൂട്ടി പരിശുദ്ധമായ കഅബാലയം പണിതു. ഹജ്ജിന്റെ മസലകൾ പഠിപ്പിച്ചു തരാൻ വേണ്ടി പടച്ച റബ്ബിനോട് വഅരിനാ മനാസികനാ എന്ന് പ്രാർത്ഥിച്ചു. ആ നബിയെ സ്മരിച്ചുകൊണ്ടായിരിക്കണം നിങ്ങളെ പ്രവർത്തനം. ആ നബിയോടൊരു കടപ്പാട് പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കണം നിങ്ങളെ പ്രവർത്തനം. അതുകൊണ്ട് ഹറമിൽ ചെന്നവൻ ആദ്യം ചെയ്യേണ്ട പ്രവർത്തനം തവാഫിന്റെ ശേഷം ഇബ്രാഹിം മഖാമിന്റെ പുറകിൽ നിസ്കരിക്കണം. അത് എത്ര പുറകോട്ട് പോയാലും കുഴപ്പമില്ല. ഹിജ്ർ ഇസ്മായിൽ നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യം ആ രംഗത്ത് അവന് അവിടെയാണ്. മറ്റു സമയത്ത് മറ്റിടത്ത് പുണ്യമില്ലെന്നല്ല പറയുന്നത്. അപ്പോൾ ഇബ്രാഹിം നബിയെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിക്ക് ആദരവ്, അല്ലാഹുവിന്റെ ആരാധന. ആദരവിലൂടെ മാത്രമേ ആരാധന പോലും സ്വീകരിക്കാൻ പടച്ചറബ് വഴിവെച്ചിട്ടുള്ളൂ. ആദരവിലൂടെ വേണം ആരാധിക്കൽ. സന്തോഷത്തോടെ ഒരു മക്ബറിൽ കിടക്കുന്ന മഹാന്റെ തൃപ്തി കിട്ടിയാൽ പടച്ചറബിലേക്ക് ആ ദുആ ഉയരും. എന്തുകൊണ്ട്? അവര് കൂടി നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. അവരും കൂടി നമുക്ക് വേണ്ടി പടച്ചറബിനോട് പറയും. ആ ഒരു പുണ്യം കിട്ടാൻ വേണ്ടിയാണ് മക്ബറിൽ വന്നുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുന്നത്. അവിടെ വന്നുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ കിടക്കുന്ന മനുഷ്യന് ദിവ്യത്വം ആരും കൽപ്പിച്ചിട്ടില്ല. ആ കിടക്കുന്ന മനുഷ്യൻ ദൈവത്തിന്റെ പ്രതിപുരുഷനാണെന്ന് പറയുന്നില്ല. അള്ളാഹു കഴിവ് കൊടുത്ത ഒരു മഹാനാണ്. കഴിവുകൾ വ്യത്യസ്ത ആളുകൾക്ക് കൊടുക്കും. ഡോക്ടർക്ക് കഴിവ് കൊടുത്തിട്ടില്ലേ? എഞ്ചിനീയർക്ക് കഴിവ് കൊടുത്തിട്ടില്ലേ? അത് ഭൗതികം. എന്ന പോലെ ആത്മീയമായ ചില കഴിവുകൾ ചില ആളുകൾക്ക് പടച്ച റബ്ബ് കൊടുക്കുമെന്ന് വിശ്വസിച്ചാൽ എന്താ കുഴപ്പം? നമ്മൾ അവരോട് സഹായത്തിന് വേണ്ടി വിളിച്ചു, യാ ഓത്തുൽ അഅ്ലം എന്നെ വിളിച്ചു. എന്താണ് വിളിക്ക് കുഴപ്പം? ഓത്തുൽ അഅ്ലം ദൈവമാണെന്നോ ദൈവത്തിന്റെ പ്രതിപുരുഷനാണെന്നോ വിശ്വസിച്ചുകൊണ്ട് വിളിക്കുമ്പോഴേ അപാകതയുള്ളൂ. ആരാധനക്ക് അർഹതയുണ്ട് എന്ന വിശ്വാസത്തോടെ വിളിച്ചാലും സിയാറത്ത് ചെയ്താലും തീർച്ചയായും അത് ശിർക്കാണ്, മതത്തിൽ നിന്ന് പുറത്തു പോകും. നേരെ മറിച്ച് ആരാധനക്ക് അർഹത ഈ മഖാമിൽ കിടക്കുന്ന ആൾക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാ നമ്മൾ.
ആരാധനക്കർഹൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. പ്രവാചകന്മാര് പോലും ആരാധനക്കർഹരല്ല, അനുസരിക്കാൻ അർഹരാണ്. അനുസരണയും ആരാധനയും വേറെയാണ്. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുത്വാഅ ബിഇദ്നില്ലാ. അള്ളാഹുവിന്റെ സമ്മതപ്രകാരം അനുസരിക്കപ്പെടാൻ വേണ്ടിയാണ് പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളത്, ആരാധിക്കാൻ വേണ്ടിയല്ല. ആരാധ്യനായ എന്ന് ചിലര് പ്രസംഗത്തിലൊക്കെ പറയാറുണ്ട്, സ്വാഗത പ്രസംഗത്തിൽ പറയാറുണ്ട്. ഒരു മുസ്ലിമിന് അങ്ങനെ പറയാൻ പാടില്ല. ആരാധ്യൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. ആരാധനക്ക് അർഹൻ പടച്ചറബ് മാത്രമേ ഉള്ളൂ. ആ വിശ്വാസം നിങ്ങളെ കൽബിലുണ്ടോ? നിങ്ങൾ ആരെ വിളിച്ചാലും, നിങ്ങൾ എവിടെ സിയാറത്ത് ചെയ്യാലും ദീനിൽ നിന്ന് പുറത്തു പോകൂല. എന്താ കാരണം? സഹായാർത്ഥന ആരോടും നടത്താം, അത് ഏത് വിഭാഗത്തോടും നടത്താം. ഏത് വിഭാഗം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഡോക്ടർമാരോട്, എഞ്ചിനീയർമാരോട്, ഒരു വിഷയത്തിൽ വൈദഗ്ധ്യമുള്ള ആളോട് നമുക്ക് സഹായം തേടാം. എന്ന പോലെ ആത്മീയ കരുത്തുള്ള ഒരു തങ്ങളോട് അല്ലെങ്കിൽ വലിയനോട് നമുക്ക് സഹായം ചോദിക്കാം. എന്താ കുഴപ്പം? അയാൾ ദൈവമാണോ ദൈവത്തിന്റെ പ്രതിപുരുഷനാണോ എന്ന വിശ്വാസം ഇല്ലാതിരുന്നാ മതി. ഇത് പർവ്വതീകരിച്ച് ജനങ്ങളെ പേടിപ്പിച്ച് തൗഹീദിൽ നിന്ന് പോയി എന്നൊക്കെ പറഞ്ഞ് ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു ശിർക്ക് മുദ്ര കുത്തി സമൂഹത്തെ അകറ്റുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് പഠിച്ചാൽ നമുക്ക് ബോധ്യമാകുന്ന കാര്യമാണ്. പൂർവിക മഹത്തുക്കളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിന്റെ പഴയകാല ചരിത്രം പഠിച്ചാൽ പൊന്നാനിൽ ജീവിച്ച ഏറ്റവും പ്രമുഖനായ പണ്ഡിതനാണ് സൈനുദ്ദീൻ മഖ്ദൂം. മഖ്ദൂം ഒന്നാമൻ അബൂ യഹ്യ സൈനുദ്ദീൻ ബിൻ അലി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ എന്ന് പറയാൻ കാരണം അദ്ദേഹം വിദേശത്ത് പോയി ഇൽമു പഠിച്ചു വന്നയാളാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗുരുനാഥൻ ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാണ്. അസ്ഹറിൽ പഠിക്കുമ്പോഴത്തെ ഗുരുവാണ്. ആ ഗുരുനാഥന്റെ ഖബറുണ്ട് ഓൾഡ് കൈറോയിൽ ഇമാം ഷാഫി മസ്ജിദിൽ. ഷാഫി ഇമാമിന്റെ മസ്ജിദിൽ, ഷാഫി ഇമാമ ദർസ് നടത്തിയ മസ്ജിദിൽ ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന്റെ ഖബർ ഒരു ഭാഗത്തുണ്ട്. മറുഭാഗത്ത് അതേ പള്ളിയിൽ തന്നെ ബഹുമാനപ്പെട്ട സക്കരിയ അൽ അൻസാരി തങ്ങളുടെ ഖബറുണ്ട്. ഈജിപ്ത് പോയാൽ കാണാൻ പറ്റും. ആ മഹാൻ അവിടെ നിന്ന് ഇൽമു പഠിച്ച് കേരളത്തിൽ വന്നിട്ട് ജനങ്ങളെ ഹിദായത്താക്കാൻ വേണ്ടി ദർസ് നടത്തി വിളക്കത്തിരുത്തി സനദ് കൊടുത്ത് സമൂഹത്തിന് ഇൽമു പഠിപ്പിച്ചു. അദ്ദേഹം ആഗോള സഞ്ചാരം നടത്തിയ ആളാണ്. മക്കയിൽ പോയിട്ടുണ്ട്, ഈജിപ്തിൽ പോയിട്ടുണ്ട്. ഈജിപ്ത് എന്ന മുസ്ലിം ലോകത്തിന്റെ ഒരു പരിപ്രേക്ഷ്യമാണ്. ഇന്നും അങ്ങനെ തന്നെ. അസ്ഹറിലെ പണ്ഡിതന്മാർ ഫത്വ കൊടുത്താൽ ലോകത്തെ മുസ്ലിമുകൾ അത് അംഗീകരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ആ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം ഈജിപ്തിന് അന്നുള്ള കാലഘട്ടത്തിൽ അവിടെ പഠിച്ചു വന്ന മഹാനാണ്. ആ മഹാന്റെ കാഴ്ചപ്പാട് അറിയണമെങ്കിൽ അദ്ദേഹം പോർച്ചുഗീസുകാർക്കെതിരെ ആദ്യമായി സമര പ്രഖ്യാപനം നിർവഹിച്ച ആളാണ്. വൈദേശിക അധിനിവേശികൾക്കെതിരെ ആദ്യമായി തഹ്രീർ എന്ന കിതാബ് എഴുതിക്കൊണ്ട് സമൂഹത്തോട് അവരെ ചെറുക്കണമെന്ന് പറഞ്ഞ ആളാ. വാസ്കോഡി ഗാമ കോഴിക്കോട്ട് വന്ന കാലം മുതൽ അതിനെ ചെറുക്കാൻ ബഹുമാനപ്പെട്ടവർ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അന്നൊന്നും ഇന്ത്യയിൽ ഈ പണ്ഡിതൻ ചെയ്തതിന് തുല്യമായ ഒരു പ്രവർത്തനം ഒരു സമുദായത്തിന്റെ കയ്യിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ ആരുടെ കയ്യിലും ഒരു തെളിവിന്റെ തുണ്ടുകടലാസ് പോലും ഉണ്ടാവില്ല. പള്ളിയിൽ ദർസ് നടത്തുന്ന ഒരു മഹാനായ മുദരിസാണ്. പോർച്ചുഗൽ ആധിപത്യം നമ്മുടെ സംസ്കാരം തകർക്കും, ഇന്ത്യയുടെ സംസ്കാരം തകർക്കും, നമ്മുടെ വ്യക്തിത്വം തകർക്കും, അതുകൊണ്ട് അവനെ പുറത്താക്കണം എന്ന് പറഞ്ഞു. വളരെ ഗൗരവത്തോടു കൂടി ബഹുമാനപ്പെട്ടവർ സമൂഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ തഹ്രീദ് ഒന്ന് വായിച്ചാൽ നിങ്ങൾക്കത് ബോധ്യവും. അദ്ദേഹം പറഞ്ഞു സമൂഹത്തോട്, ജനങ്ങളെ, നിങ്ങൾ ഈ പറങ്കികളെ കൂട്ടുകാരാക്കല്ലേ. വലാത്ത ഓ ജനങ്ങളെ, നിങ്ങൾ പറങ്കികളെ ഒരിക്കലും കൂട്ടുകാരാക്കി നിർത്തണ്ട, അവർ നിങ്ങൾക്ക് അപകടം ചെയ്യും. നിങ്ങളെ കച്ചവടം നശിക്കുമെന്നോ നിങ്ങൾ തന്നെ നശിച്ചു പോകുമെന്നോ ഭീതി ഉണ്ടെങ്കിലും അവരോട് സഹകരിക്കല്ലേ. നിങ്ങൾക്ക് കച്ചവടം നഷ്ടപ്പെടുന്നതിനേക്കാൾ നിങ്ങളെ കച്ചവടം നഷ്ടപ്പെടൽ തന്നെയാണ് നല്ലത് അവരെ കൂട്ടുപിടിക്കുന്നതിനേക്കാൾ. വൈദേശിക നിവേശി രാജ്യത്തേക്ക് കാലുകുത്തിയ നാള് മുതൽ അതിന്റെ അപകടം മണത്തെറിഞ്ഞ മഹാൻ. എന്തിനാ ഞാനത് പറഞ്ഞത്? ലോക കാഴ്ചപ്പാടുണ്ടെന്ന് തെളിയിക്കാനാ, വേൾഡ് വൈഡ് കാഴ്ചപ്പാടുണ്ടെന്ന് തെളിയിക്കാനാണ്. എന്ന് പറഞ്ഞാൽ പള്ളിയുടെ മൂലയിൽ ഒന്നും തിരിയാതെ തലപ്പാവ് ധരിച്ചുകൊണ്ട് കിതാബ് ഓതി കൊടുക്കുന്ന പണ്ഡിതനല്ല. ലോകത്തിന്റെ ചലനമറിയുന്ന വിദേശികൾ കാലുകുത്തിയപ്പോൾ അതിന്റെ അപകടം മണത്തറിഞ്ഞുകൊണ്ട് പ്രഖ്യാപനം നടത്തിയ മഹാനാ. ആ മഹാൻ തന്റെ ബഹുമാനപ്പെട്ട പിതൃവ്യൻ ഇബ്രാഹിം അലിയുൽ മഅബരി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ മരിച്ചു കിടക്കുന്ന പൊന്നാനിൽ ഒരു ഖബറുണ്ട്. ആ ഖബറുകൾ സ്ഥിരമായി സിയാറത്ത് ചെയ്തിരുന്നു. ആളുകളെ കൂട്ടിക്കൊണ്ടുപോയി സിയാറത്ത് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ ആ പള്ളി പൊന്നാനി നിങ്ങൾ ചെന്നാൽ അറിയപ്പെടുന്ന സിയാറത്തു പള്ളി എന്ന. മഖ്ദൂം സിയാറത്ത് ചെയ്ത പള്ളിക്ക് ജനം കൊടുത്ത പേരാണ് സിയാറത്ത് പള്ളി.
കേരളത്തിൽ ദീൻ പഠിപ്പിച്ച മഖ്ദൂമ് തങ്ങൾക്ക് സിയാറത്ത് ചെയ്യാമെങ്കിൽ പിന്നെ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? അദ്ദേഹം ഒരു മക്ബറയിലേക്ക് പോയെങ്കിൽ എന്തുകൊണ്ട് മക്ബറയിലേക്ക് നമുക്ക് പോയിക്കൂടാ? എവിടെ നിന്നാണ് നമ്മൾ ഈ വാദം അംഗീകരിക്കുക? ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ ആക്ഷേപിക്കാനോ വേണ്ടിയല്ല, നമുക്ക് മനസ്സിലാകാൻ, അതും നമ്മുടെ പുതുതലമുറക്ക് മനസ്സിലാക്കാൻ വേണ്ടി, ചെറുപ്പക്കാർക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത്. നിങ്ങൾ അതിലൊരു കുറവും കാണണ്ട. ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി അടിയും തൊഴിയും പ്രയാസവും സഹിച്ചൊരു സ്വഹാബി ഉണ്ടായിരുന്നല്ലോ. അവസാനം ആ മഹാൻ ഹിജ്റ പോയ സംഭവമൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഉമ്മു അൻമാർ എന്ന് പറയുന്ന പെണ്ണ് അയാളെ പീഡിപ്പിച്ചെന്ന് പറയുന്നുണ്ട്. കഅബാലയത്തിന്റെ തണലിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതൻ ഇങ്ങനെ കിടന്ന് ഒരു തുണി തലക്ക് വെച്ചുകൊണ്ട് മയങ്ങിക്കിടക്കുമ്പോ ഖബ്ബാബ് തങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ ഹാജരായി. അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അലാ തസ്തൻസിറു ലനാ അലാ തദ്ഉ ലനാ, മുത്തുനബിയെ ഞങ്ങൾക്ക് വേണ്ടി സഹായം ചോദിക്കുന്നില്ലേ പടച്ചറബ്ബിനോട്? അല്ലാഹുവിന്റെ തിരുദൂതരെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യുന്നില്ല നബിയെ? കയ്യിലെ അടിയുടെ പാടുകളും ഒലിക്കുന്ന രക്തത്തിന്റെ അടയാളങ്ങളും കാണിച്ചു കൊടുത്തുകൊണ്ട് ഖബ്ബാബ് തങ്ങൾ പറഞ്ഞു, നബിയെ ഇനി എത്രയാണ് ഞങ്ങൾ സഹിക്കേണ്ടത്? അടിച്ചിട്ട് വേദന കൊണ്ട് തൊലി പൊട്ടി രക്തം ഒലിച്ചു കൊണ്ടുവന്ന ആ സുഹൃത്തിനോട്, ആ സ്വഹാബിയോട് നബി തങ്ങൾ എഴുന്നേറ്റിരുന്നു കൊണ്ട് പറഞ്ഞു, ഖബ്ബാബേ നിങ്ങൾക്കിത് വലുതായി തോന്നും, പക്ഷേ ഇതിനേക്കാൾ വലുതൊക്കെ സംഭവിച്ചിട്ടുണ്ട് പൂർവികർക്ക്. ലഖദ് കാന മൻ ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പും ഒരു തലമുറ ഇവിടെ ജീവിച്ചിരുന്നു. അവരെങ്ങാനും മുഅ്മിനായി വന്നാൽ അവൻ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ഫയുഹ്ഫറു ലഹു വയുജഅലു ഫിഹാ, അവനൊരു കുഴി കുത്തിയിട്ട് കുഴിയിലിറക്കി വെക്കും. ഒരു മനുഷ്യന്റെ അത്ര ആയത്തിൽ കുഴി കുടിച്ചിട്ട് ആ കുഴിയിലിറക്കി വെക്കും. കഴുത്ത് വരെ ഒന്ന് പെടയാൻ പോലും കഴിയില്ല. കൈയടക്കം കുഴിയിലാക്കിയിട്ട് കഴുത്ത് മാത്രം മുകളിൽ കുടിച്ചിട്ട് ആ മനുഷ്യന്റെ തലയിലേക്ക് ഒരു വാള് കൊണ്ടുവരും. ആ വാള് കൊണ്ടുവന്നിട്ട് രണ്ടുപേർ അപ്പുറത്തും ഇപ്പുറത്തും ഈർച്ച വാള് കൊണ്ട് ഈരും. ഒന്ന് പെടയാൻ പോലും സമ്മതിക്കാതെ ആ മനുഷ്യന്റെ തല രണ്ട് പൊളിയാക്കും. എന്തേ അയാൾ ചെയ്തത്? ദീനിൽ ഉറച്ചു നിന്നു എന്ന് മാത്രം. ഖബ്ബാബയെ നിങ്ങൾക്ക് അടിയല്ല കിട്ടിയിട്ടുള്ളൂ. അതുപോലെ ദീൻ വിശ്വസിച്ച ഒരാളിങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് സ്വഹീഹായ ഹദീസിൽ വന്ന ചിത്രമാണ്. എന്നെ കേട്ടു നിൽക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ മനസ്സിലാക്കണം, ഇരുമ്പിന്റെ വാള് കൊണ്ടുവന്നിട്ട് തല ഈർന്ന് പൊളിക്കുന്നത് പോലെ ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ടുവന്നിട്ട്, ഇരുമ്പിന്റെ ചീർപ്പ് ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് ഇങ്ങനെ ശരീരത്തിൽ അവന്റെ എല്ലും മാംസവും ഇങ്ങനെ വലിച്ചു കീറും. ഒരു മൃഗത്തെ നമ്മൾ അറുത്തിട്ട് അതിന്റെ തൊലി കിഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട്, ഇറച്ചി അതിൽ നിന്ന് എടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അറവ് നടത്തുന്ന സമയത്ത് നോക്കി നിൽക്കുന്ന ആളുകൾക്കറിയാം. എന്ന പോലെ പച്ച മനുഷ്യനെ മാംസം ഇങ്ങനെ കീറിയെടുക്കും. എന്തൊരു വേദന ഉണ്ടാവും. അങ്ങനെയൊക്കെ പൂർവീകരെ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊന്നും അവർ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനെ വിട്ടേച്ച് പോയിട്ടില്ല. അവർ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ അതുകൊണ്ടൊന്നും വലിച്ചെറിഞ്ഞിട്ടില്ല. ഖബ്ബാബ് അവിടെ നിന്ന് ഹദ്റമൗത്ത് വരെ ചെന്നായല്ലാതെ, ആടുകളെ പിടിക്കുന്ന ചെന്നായല്ലാതെ ഒരുത്തനെയും പേടിക്കാതെ ഒരു പെണ്ണിന് നടന്നു വരാവുന്ന ഒരു കാലഘട്ടം വരും. ഖബ്ബാബ് ധൈര്യമായി പറഞ്ഞു കൊടുത്തു, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള പ്രഗൽഭനായ ഒരു സ്വഹാബി അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പഠിപ്പിച്ചു കൊടുത്ത പോലെ ക്ഷമിച്ച് ജീവിച്ച് മരിച്ചുപോയി. ഹദീസ് ഫളായിലിന്റെ ഹദീസോ അതല്ലെങ്കിൽ ഇൽമായി അവർക്ക് കൂടുതൽ നൽകുന്ന ഹദീസോ ഒന്നാവില്ല. മറിച്ച് നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രക്രിയകളെ എതിർക്കുന്ന ഹദീസുകൾ എവിടെന്നെങ്കിലും പഠിച്ചു വരും. അത് പ്രത്യേകം പഠിക്കുന്നതിനോ ലാ തശുദ്ദു റിഹാൽ ഇല്ലാ ഇലാ സലാസതി മസാജിദ. അങ്ങനെയാണ്. നിങ്ങൾ 3 പള്ളിയിലേക്കല്ലാതെ ഒരിക്കലും യാത്ര പോകരുത്. നിങ്ങൾ സിയാറത്ത് ഉദ്ദേശിച്ചുകൊണ്ട് 3 പള്ളിയിലേക്ക് പോകാൻ പാടുള്ളൂ. ഒന്ന് മസ്ജിദുൽ ഹറാമിൽ പോകാം, മസ്ജിദ് നബവിയിൽ പോകാം, ബൈത്തുൽ മുഖദ്ദസിൽ പോകാം, വേറെ എവിടേക്കും പോകാൻ പാടില്ല. ഇതങ്ങനെ തന്നെ അങ്ങ് വിശ്വസിക്കും. ഒരു വിഷയം അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പശ്ചാത്തലവും ഉദ്ദേശവും ശരിക്കും മനസ്സിലാക്കണം. ഈ 3 പള്ളിയിലേക്ക് ഒരാൾ പോകരുത് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അബൂ സഈദുൽ ഖുദരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മുസ്നദ് അഹ്മദിൽ ഉദ്ധരിച്ച മനോഹരമായ ഹദീസിൽ കാണാം,
ഈ പറഞ്ഞത് സിയാറത്തിന് പോകുന്ന യാത്രയെ കുറിച്ചല്ല, സിയാറത്തിന് പോകുന്ന പ്രവർത്തനത്തെ കുറിച്ചല്ല പറഞ്ഞത്. മറിച്ച് പറഞ്ഞത് എന്താണ്? ലാ യംബഗി ലിൽ മുസല്ലി, നിസ്കരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ പോകുന്നതാണ് പറഞ്ഞത്. ലാ തുശദ്ദ റിഹാലുഹു ഇലാ മസ്ജിദിൻ യംബഗി ഫീഹി സ്വലാത്ത. നിസ്കാരം എന്ന ഉദ്ദേശത്തിന് കൂടുതൽ കൂലി കിട്ടാൻ വേണ്ടി നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ടൂർ പോകേണ്ടത് എങ്ങട്ടാ? ഈ 3 പള്ളിയിലേക്ക്. എന്താ കാരണം? ഈ 3 പള്ളിയിൽ പ്രതിഫല വർധനവുണ്ട്. അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ പള്ളി തന്നെ നിസ്കരിച്ചാൽ മതി. നിസ്കാരത്തിന് വേണ്ടി നിങ്ങൾ ഒരു പ്രത്യേക പള്ളി തിരഞ്ഞെടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ മുസല്ലി, നിസ്കരിക്കുന്നവനെ കുറിച്ചാണ് പറഞ്ഞത്. ലാ യംബഗി ലിൽ മുസല്ലി എന്നാണ്. അൻ തുശദ്ദ റിഹാലുഹു, അങ്ങനെ തന്നെ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സിയാറത്തിന് പോകണ്ട എന്നല്ല അതിന്റെ അർത്ഥം. മഹാന്മാരുടെ മഖബറയോടനുബന്ധിച്ചുകൊണ്ട് പള്ളി നിർമ്മിക്കുന്നത് അവരെ ആദരിക്കാൻ വേണ്ടിയാണ്. സൂറത്തുൽ കഹ്ഫ് ഓതിയിട്ടില്ലേ നിങ്ങൾ? നമ്മൾ ഓതാറില്ലേ? അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അടി ഉറച്ചു നിന്ന 7 യുവാക്കൾ, എണ്ണത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അവർ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് അന്യനാട്ടിലേക്ക് പോയി. പ്രവാസികളായ അവർ മറ്റു സ്ഥലത്ത് പോയി ഒരു ഗുഹയിൽ അഭയം തേടി. അതിന്റെ ചരിത്ര സംഭവങ്ങളൊക്കെ എപ്പോഴും നിങ്ങൾ കേൾക്കുന്നതായത് കൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അവിടെ അവർ ഗുഹയിൽ അഭയം തേടി. പിന്നെ അത് തിരിച്ചറിഞ്ഞ് ആ ഗുഹയുടെ സമീപത്ത് ആളുകൾ ചെന്നപ്പോൾ ഇവർ ആ ഗുഹയിൽ ഒന്നിച്ചവരെ കണ്ടു. അവർ മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ 7 പേര് മരണപ്പെട്ടു. ആ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നൊരു വാക്കുണ്ട്. അവിടെ ചെന്ന ആളുകൾ പറഞ്ഞു, നമുക്ക് എന്തു ചെയ്യാം, ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തു ചെയ്യാം എന്നിങ്ങനെ ചർച്ച ചെയ്യുമ്പോ അവിടെ കൂടിയിരുന്ന വിശ്വാസികളായ ആളുകളിൽപ്പെട്ട കാര്യബോധമുള്ളവർ ഖാലല്ലദീന ഗലബു അലാ അംരിഹിം ലനത്തഖിദന്ന അലൈഹിം മസ്ജിദാ, കാര്യബോധമുള്ള ആളുകൾ പറഞ്ഞു, നമുക്കിവിടെ ഒരു പള്ളി ഉണ്ടാക്കാം. എവിടെ? കഹ്ഫിന്റെ അഹ്ലുകാർ മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് നമുക്കിവിടെ ഒരു പള്ളി ഉണ്ടാക്കാം. ലനത്തഖിദന്ന അലൈഹിം മസ്ജിദാ. മഹാന്മാരായ പണ്ഡിതന്മാർ റൂഹുൽ ബയാൻ അടക്കമുള്ള തഫ്സീറിൽ പറയുന്നുണ്ട്, എന്തിനാണ് അവിടെ ഒരു പള്ളി? കഹ്ഫിന്റെ അഹ്ലുകാർ ഗുഹയിൽ മരിച്ചു കിടക്കുന്ന ഈ വിശ്വാസികളായ ആളുകളുടെ സമീപത്ത് എന്തിനാണ് ഒരു പള്ളി? കാസർഗോട്ടുകാരെ കുറിച്ച് പലരും തമാശക്ക് കളിയാക്കി പറയാറുണ്ട്, അവരൊരു മക്ബറ വെക്കും പിന്നെയാണ് പള്ളി ഉണ്ടാക്കുക. അങ്ങനെ പറയാറുണ്ട്. ആദ്യം എവിടെയെങ്കിലും അവരൊരു മക്ബറ ഉണ്ടാക്കും, എന്നിട്ട് പിന്നെ പള്ളി ഉണ്ടാക്കും. തമാശക്ക് പറയുന്നതാണ്, ആക്ഷേപിച്ച് പറയുന്നതാണ്, കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നതാണ്. പക്ഷെ നമ്മൾ ഓർക്കണം, സൂറത്തുൽ കഹ്ഫിൽ പറയുന്ന ഈ 7 യുവാക്കളുടെ സമീപത്ത് അന്നത്തെ വിശ്വാസികൾ ചെന്ന് അവർ മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് അവർ പറഞ്ഞു, വഖാലല്ലദീന ഗലബു അലാ അംരിഹിം ലനത്തഖിദന്ന അലൈഹിം മസ്ജിദാ, നമുക്ക് ഇവിടെ ഒരു പള്ളി ഉണ്ടാക്കാം. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, എന്തിനാണ് അവിടെ പള്ളി? യുസല്ലി ഫീഹിൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾക്ക് നിസ്കരിക്കാൻ. മുസ്ലിമീങ്ങൾക്ക് നിസ്കരിക്കാൻ അവിടെ തന്നെ പള്ളി ഉണ്ടാക്കണോ? ദുനിയാവിൽ എത്ര സ്ഥലം വേറുണ്ട്? ഇവര് മരിച്ചു കിടക്കുന്ന മക്ബറിന്റെ അടുത്ത് എന്തിനാ പള്ളി ഉണ്ടാക്കുന്നത്? അതിന് മറുപടി റൂഹുൽ ബയാൻ പറയുന്നുണ്ട്, വയതബറഖൂന ബിമകാനിഹിം, ആ മക്കാനൊരു ബർക്കത്തുണ്ട്. ആ ബർക്കത്ത് കിട്ടാൻ ബർക്കത്ത് എന്നൊരു സംഗതി ഉണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കണം. ബർക്കത്ത് എന്നൊരു സംഗതി ഉണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങളിൽ, ചില സമയങ്ങളിൽ, ചില സ്ഥലങ്ങളിലൊക്കെ ബർക്കത്ത്, ആ ബർക്കത്ത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനത് നീട്ടി പരത്തി പറയുന്നില്ല. നമ്മൾ ഒരിക്കലും ഒരു സിയാറത്ത് കേന്ദ്രത്തിലേക്ക് പോകുന്നത് അവിടെ ദൈവ സാന്നിധ്യമുണ്ട് എന്നതുകൊണ്ടല്ല. അള്ളാഹുവിന്റെ ഇഷ്ടദാസനാണ്. പടച്ച റബ്ബിലേക്ക് നമ്മളെക്കാൾ അടുത്ത ആളാണ്. നമുക്കറിയില്ല, എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നു, എന്നെക്കാൾ യോഗ്യരായ ആൾക്കാർ പുറകിലുണ്ട്, മുമ്പിലുണ്ട്. ആലിമീങ്ങളുണ്ട്, സയ്യിദന്മാരുണ്ട്, അവരൊക്കെ നമ്മളെക്കാൾ മേലല്ലേ. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്ത കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടാവും. എല്ലാവരും ഒരുപോലെയാണ് നമ്മൾ കരുതണ്ട. ഇസ്ലാമിനും ഒരു പ്രോട്ടോകോളൊക്കെ അള്ളാഹു പ്രോട്ടോകോൾ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. കൃത്യമായ പ്രോട്ടോകോൾ ആർക്കാണ്? ഇപ്പൊ നമ്മുടെ നാട്ടില് കൃത്യമായി നമ്മുടെ ഭരണഘടനാ പദവി അനുസരിച്ച് നമ്മുടെ രാജ്യത്തൊരു പ്രോട്ടോകോൾ ഉണ്ട്, ആരാ മേലേറാ താഴാന്നൊക്കെ. ആ പ്രോട്ടോകോൾ അള്ളാഹുവിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്ന് പറയുന്നത് തഖ്വയുള്ള മനുഷ്യന് പടച്ചറമ്പിൽ സ്ഥാനമുണ്ട് എന്നതിന്റെ അർത്ഥം. നേരെ മറിച്ച് ആളുകളുടെ പദവിയിൽ വ്യത്യാസമുണ്ട്. വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. 4 പ്രോട്ടോകോളാണ് പറഞ്ഞത്. എന്താണ് 4? അല്ലാഹു സുബ്ഹാനഹു വ തആലയെയും അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരെയും അനുസരിക്കേണ്ട വിധം ഒരാൾ അനുസരിച്ചാൽ
അനുസരിക്കേണ്ട ക്രമത്തിൽ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരെയും അനുസരിച്ചാൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹം സിദ്ധിച്ച ആളുകളുടെ കൂടെ ആ അനുസരിച്ചവർ ഉണ്ടാകും. നമ്മളാണെങ്കിലും നമ്മൾ അവരുടെ കൂടെ ഉണ്ടാകും. ആരാണ് അവർ? അല്ലാഹു അനുഗ്രഹിച്ചവർ മിനൻ നബിയീൻ, ഒന്ന് പ്രവാചകന്മാരാണ്. പ്രവാചകന്മാരാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൗരന്മാർ. അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റവും വലിയ സ്ഥാനം പ്രവാചകന്മാർക്ക്. ആ സ്ഥാനത്തേക്ക് ഇനി ആരും എത്തൂല, ഒരാൾക്കും ഇനി എത്താൻ കഴിയില്ല. രണ്ടാമത്തേതാരാ? സിദ്ദീഖീങ്ങൾ, അത് സ്വഹാബത്താണ്. സ്വഹാബത്തിന്റെ സ്ഥാനത്തേക്ക് ഒരാൾക്കും എത്താൻ കഴിയില്ല. സ്വഹാബത്തിന്റെ കയ്യിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പോലും അവര് നമ്മുടെ മേലെയാണ്. അവരെ പൂർവകാല ജീവിതം വളരെ അപകടകരമായിരുന്നു എങ്കിൽ പോലും അവര് നമ്മളെക്കാൾ മേലെയാണ്. ഇപ്പൊ നമ്മളൊക്കെ ജനിച്ചത് തന്നെ മുസ്ലിമീങ്ങളായിട്ട്, അവരിൽ പലരും ജനിച്ചത് മുശ്രിക്കുകളായിട്ട്. മുശ്രിക്കുകളായി ജനിച്ചിട്ട് നബിത്തങ്ങളെ കണ്ട് പഠിച്ച് ഇസ്ലാമിലേക്ക് വന്ന ആൾക്കാരാണ് അവര്. വഅശി റളിയല്ലാഹു തആല, ഹംസ റളിയല്ലാഹു തആലയുടെ ഘാതകനാണ്. പക്ഷെ നമ്മളങ്ങനെ പറയാൻ പാടില്ല. എന്തുകൊണ്ട്? ആ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയണം. ഹംസ റളിയല്ലാഹു തആലയെ കൊന്ന ആളെ നമ്മൾ എന്തുകൊണ്ട് ആദരിക്കുന്നു? സ്വഹാബി ആയതുകൊണ്ട്. സ്വഹാബിക്കൊരു മഹത്വമുണ്ട്, അങ്ങോട്ട് പിന്നെ ആരും എത്തൂല. പിന്നൊന്ന് ശുഹദാക്കള, രക്തസാക്ഷികൾ, അവർ നമ്മളെക്കാൾ എത്രയോ മേലല്ലേ. എല്ലാവരും അല്ലാഹുവിൽ തുല്യരാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും ഒരു മാനദണ്ഡം കൽപ്പിക്കരുത്. നാലാമത്തേത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളായ അടിമകൾ, അവരാണ് ഈ കിടക്കുന്ന ആളുകൾ. മനസ്സിലെപ്പോഴും അല്ലാഹുവിനെ മാത്രം പ്രതിഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, ഭൗതികതയിൽ നിന്ന് വിരക്തരായി ആത്മീയതയിലേക്ക് വന്ന ആളുകൾ. അവരുടെ സവിശേഷത പോലും തസൂഫിന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, അവർ ഒരു കൈയിൽ പരിശുദ്ധ ഖുർആനും മറുകൈയിൽ തിരുസുന്നത്തും മുറുകെ പിടിക്കും. ഹുവല്ലദീ യഖുദു കിതാബല്ലാഹി ബിയമീനിഹി വസുന്നത റസൂലിഹി ബിശിമാലിഹി. ഒരു കൈയിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനും മറുകൈയിൽ തിരുസുന്നത്തും എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും അനുസരിച്ച് ശരിക്കും ജീവിക്കുന്നതിന്റെ അർത്ഥം. വയൻദുറു ബിഇഹ്ദാ ഐനൈഹി ഇലൽ ജന്നതി വബിൽ ഉഖ്റാ ഇലൻ നാർ. ഒരു കണ്ണുകൊണ്ട് നരകത്തെയും ഒരു കണ്ണുകൊണ്ട് സ്വർഗത്തെയും കണ്ടുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഖൗഫ് റജാഇനിടയിൽ അല്ലാഹു എന്ന ശക്തിയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച പൗരന്മാരാണ് അവര്. അവരും നമ്മൾ ഒരുപോലല്ല. ഇത് അന്ധവിശ്വാസമല്ല, അനാചാരമല്ല, ഇത് അമിതത്വമല്ല. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവര് തങ്ങളുടെ ആത്മീയത കെട്ടിപ്പടുത്തത് ബനൂ സിയറഹും എന്ന് പറഞ്ഞുകൊണ്ട് തസൗഫിന്റെ കിതാബിൽ പറയുന്നുണ്ട്. 3 ഘട്ടങ്ങളിലൂടെയാണ്. 3 ഘട്ടങ്ങളിലൂടെയാണ് അവരിത് പ്രാപിച്ചത്. എങ്ങനെ? ഏത് വലിയന്റെയും ചരിത്രം പഠിച്ചു നോക്കൂ. അയാൾ ഏതെങ്കിലും വലിയൊരു മഹാന്റെ കീഴിൽ നിന്ന് ചിലത് പഠിച്ചിട്ടുണ്ടോ? നമ്മളത് കേട്ടിട്ടുണ്ടാവില്ല, കണ്ടിട്ടുണ്ടാവില്ല. അവർക്കൊരു ആത്മീയ ഗുരുനാഥൻ ഉണ്ടാവും. 3 ഘട്ടങ്ങളാണ് തസൗഫിന്റെ കിതാബ് പറയുന്നത്. അതേതാണ്? അതിൽ ഒന്നാമത് പറയുന്നത് ഇജ്തിമാഅ്, 2 ഇസ്തിമാഅ്, 3 ഇത്തിബാ. അൽ ഇജ്തിമാഉ വൽ ഇസ്തിമാഉ വൽ ഇത്തിബാ. ഇത് 3 ഘടകങ്ങളാണ്. എങ്ങനെയാണ്? അവരുടെ മജ്ലിസിൽ അവർ വന്നിരിക്കും. ഇജ്തിമാഅ്, വലിയ വലിയ മഹാന്മാരുടെ മജ്ലിസിൽ പോയിരിക്കും. വലിയ വലിയ മഹാന്മാരുമായി ആത്മീയമായി ബന്ധം സ്ഥാപിക്കും. ആ ആത്മീയ ബന്ധം കൊണ്ട് മനസ്സ് നന്നാവും. അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മജ്ലിസിൽ കുറച്ച് സ്വഹാബികൾ വന്നിരുന്നപ്പോൾ അവരുടെ മനസ്സ് നന്നായില്ലേ? അവരുടെ മനസ്സിന് മാറ്റം വന്നില്ലേ? അവരുടെ പ്രൗഢി കൂടിയില്ലേ? വെറുതെ ഇങ്ങനെ നബി തങ്ങളുടെ മജ്ലിസിൽ വെറുതെ പോയിരുന്നാലും മതി, ഒന്നും പഠിച്ചില്ലെങ്കിൽ. ചില സംഗതി അങ്ങനെ ഉണ്ട്. ഖുർആനിലേക്ക് വെറുതെ ഇങ്ങനെ നോക്കിയാൽ മതി, കൂലിയിട്ടും ഒന്നും ചെയ്യണം, ഓതാൻ പോലും അറിയണ്ട. ഖുർആനിലേക്ക് അത് ഖുർആന്റെ ഒരു മഹത്വമാണ്. എന്ന പോലെ മുത്തുനബി തങ്ങളുടെ മുമ്പിൽ പോയിട്ട് വെറുതെ ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ പോലും ഫളായിൽ കിട്ടി. അതാണ് ഇജ്തിമാ. രണ്ടാമത്തത് ഇസ്തിമാഅ്. എന്താണ് പറയുന്നത് എന്ന ഉപദേശം ശരിക്ക് കേൾക്കുക, ഗുരു പഠിപ്പിക്കുന്നത് ശരിക്ക് കേൾക്കുക. വൽ ഇത്തിബാഅ്, മൂന്നാമത്തേത് അതിനെ പിന്തുടരുക. മജ്ലിസിൽ ഹാജരായി ഉപദേശം കേട്ട് പിന്തുടർന്നവർ വബിദാലിക യഹ്സുലുൽ ഇന്തിഫാഅ്. നാലാമത്തേത് അവിടെ കിട്ടും ഇന്തിഫാഅ്. ആ ഇന്തിഫാഅ് അവർക്ക് ഉയർന്ന പദവി പടച്ച റബ്ബ് കൊടുക്കുന്ന പ്രയോജനം. അങ്ങനെയാണ് ദീന് വളർന്നത്. അതാ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടതും. അങ്ങനെയാണ് അവരെ കുറിച്ച്. അല്ലാതെ നമ്മൾ അവർക്ക് അമിതത്വമോ ദിവ്യത്വമോ കൽപ്പിച്ച് അന്ധവിശ്വാസികളായി അവിടെ പോയി പൂവിട്ട് പൂജിക്കല്ല. ഒരനാചാരവും മക്കബറിൽ പോയി ചെയ്യാൻ പാടില്ല. ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അത് കേന്ദ്രമാക്കാൻ പാടില്ല. സിയാറത്തിന് വരുമ്പോഴും ഇസ്ലാമിന്റെ അച്ചടക്കം പാലിച്ചുകൊണ്ട് തന്നെ ചെയ്യണം. ഉറൂസിന് കൂടുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യണം. നമ്മൾ ഈ അലങ്കാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്
ആ മഹാനെ ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടുമാണ്. ചിലപ്പോൾ തോന്നും അത് ഇസ്രാഫ് അല്ലേ എന്ന് തോന്നും പലർക്കും. ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ മഹാന്മാർ പഠിപ്പിച്ചു ലാ സറഫ ഫിൽ ഖൈർ വലാ ഖൈറ ഫി സറഫ്. അങ്ങനെയാണ്. ലാ ഖൈറ ഫി സറഫ്, ഇസ്രാഫിൽ ഒരു ഖൈറും ഇല്ല. അമിതമായി ചെലവഴിച്ചാൽ ഒരു ഖൈറും കിട്ടൂല. പക്ഷേ വലാ സറഫ ഫിൽ ഖൈർ, ഖൈറായ കാര്യത്തിന് നിങ്ങൾ കുറച്ച് ചെലവാക്കിയാലും അത് ഇസ്രാഫ് അല്ല. രണ്ടും കൂട്ടി വായിക്കണം. ഒരു മഹാനെ ആദരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ചൊക്കെ സൗകര്യങ്ങളൊക്കെ ചെയ്തു. വലാ സറഫ ഫിൽ ഖൈരി, ഖൈറിൽ ഇസ്രാഫില്ല. ഖൈറിൽ ഇസ്രാഫില്ല, ഇക്റാമിൽ ഇസ്രാഫില്ല. ഒരു വലിയ മനുഷ്യനെ ബഹുമാനിക്കാൻ വേണ്ടി നമ്മൾ കുറച്ചൊക്കെ കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തി, കുഴപ്പമില്ല. ഞാൻ പറയുന്നത് അമിതമായി ധൂർത്ത് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കലല്ല, ദുർവ്യാഖ്യാനം ചെയ്യണ്ട. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, പരിമിതിയുണ്ട്. പക്ഷെ മഹാന്മാരെ ആദരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, നന്മക്ക് വേണ്ടി നമ്മൾ അല്പം ചെലവാക്കിയാലും കുഴപ്പമില്ല. നമ്മൾ ചെലവാക്കുന്ന പണത്തെക്കുറിച്ചൊക്കെ അല്ലാഹു ചോദിക്കും. പക്ഷെ ഇത് ഖൈറിന് ചെലവാക്കുമ്പോൾ അതിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും ആ മഹാന്മാരെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കിയാൽ അവരുടെ ജീവിതം ചിട്ടപ്പെടുത്തിയത് എങ്ങനെ എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഇന്ന ഹറകാതിഹിം വസകനാതിഹിം മുഖ്തസബത്തും മിൻ നൂരി മിഷ്കാത്തിൻ നുബുവ്വതി. ഒരു മഹാനായ അല്ലാഹുവിന്റെ വലിയന്റെ ഹറക്കത്തുകളും സകനത്തുകളും, അടക്കവും അനക്കവും, ഇന്ന ഹറകാതിഹിം വസകനാതിഹിം മുഖ്തസബത്തുൻ, അത് പിടിച്ചെടുക്കപ്പെട്ടിരിക്കുന്നു. എവിടുന്ന്? മിൻ നൂരി മിഷ്കാത്തിൻ നുബുവ്വതി, പ്രവാചകത്വത്തിന്റെ പ്രകാശഗോപുരത്തിൽ നിന്ന്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ പ്രകാശഗോപുരത്തിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട ആത്മീയ ശക്തിയും കാന്തിയുമാണ് അവർക്കുള്ളത്. അതിലൂടെയാണ് അവർ സമൂഹത്തിൽ ജ്വലിച്ചു നിന്നത്. അതുകൊണ്ടാണ് ആളുകൾ അവരെ തേടി വന്നത്. അല്ലെങ്കിൽ ജീവിതകാലത്ത് അവരെ തേടി ആരും വരൂല. ഒരു ഉപകാരവും കിട്ടാതെ ഒരു മനുഷ്യനും അങ്ങനെ തേടി വരൂല. അങ്ങനെ തേടി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം അവർ സമൂഹത്തിന് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഗുണകരമായ കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് പറയാനുള്ള ഒരു പൊതുവായ ധാരണ എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ ജീവിതകാലത്ത് അങ്ങനെയൊക്കെ ചെയ്തു, നല്ല മനുഷ്യനായി ജീവിച്ചു, ഒക്കെ ശരിയാണ്. പക്ഷെ ആ മനുഷ്യൻ മരിച്ചു പോയാൽ പിന്നെ എന്ത് ഗുണമാണുള്ളത്? മരിച്ചാൽ അള്ളാഹുവിലേക്കുള്ള റൂഹ് പോയി. പിന്നെ നമ്മൾ മരിച്ചൊരു മനുഷ്യനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം കിട്ടാനാ? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്കൊന്നും നമുക്ക് ഇങ്ങോട്ട് ചെയ്തു തരാൻ കഴിയില്ല. മരിച്ചവരെന്നൊരു സഹായം നമുക്ക് ലഭിക്കുകയുമില്ല. മരിച്ചവർ ഈ ഭൂമണ്ഡലവുമായി പിന്നെ എങ്ങനെ ബന്ധപ്പെടാൻ? ഒരു സാധാരണ വിദ്യാർത്ഥിയോട്, ഒരു സാധാരണ പഠിതാവിനോട് ഇത് പറഞ്ഞാൽ യേശും എന്ന് ഉറപ്പാണ്. മരിച്ചുപോയൊരു മനുഷ്യൻ പിന്നെ ഇങ്ങോട്ട് എന്ത് പറയാനാ? മരിച്ചുപോയൊരു മനുഷ്യൻ പിന്നെ ഇങ്ങോട്ട് എന്ത് കിട്ടാനാ? ഒന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ നമ്മൾ അത് സംബന്ധമായി മരണപ്പെട്ട ഒരാളെ കുറിച്ച് വല്ലതും പറഞ്ഞാൽ അത് കെട്ടുകഥകളാണ്, അത് വെറുതെ പെരുപ്പിച്ചുണ്ടാക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ പലതരത്തിലുള്ള പ്രചരണങ്ങൾ പലരും നടത്തും. അടിസ്ഥാനപരമായ കാര്യം പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ അന്ധവിശ്വാസം പറയരുത്, അനാചാരം പറയരുത്. ഇല്ലാത്ത കെട്ടുകഥകൾ വെറുതെ പറയേണ്ട കാര്യമില്ല. ആവശ്യമില്ലാത്ത കറാമത്തുകൾ പൊരിപ്പിച്ച് പറഞ്ഞുകൊണ്ട് ജനസമൂഹത്തിന്റെ മുമ്പിൽ അത് അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല. ഉള്ളത് തന്നെ ധാരാളം പറയാറുണ്ട്. ആ ഉള്ള കാര്യം ഉള്ളതുപോലെ ഉദ്ധരിക്കുമ്പോൾ അത് ആര് പറഞ്ഞു, എങ്ങനെ പറഞ്ഞു എന്നൊക്കെ നമുക്ക് സമൂഹത്തോട് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. വിമർശനം എങ്ങനെയുമാകാം, വിമർശകർക്ക് വിമർശിക്കാം, നമ്മൾ അതിനൊന്നും എതിരല്ല. ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമാണ്, ആർക്കും എന്താ അഭിപ്രായവും പറയാം. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് ഫലമില്ല. കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ അടിസ്ഥാനപരമായി ചെറുപ്പക്കാർ മനസ്സിലാക്കണം, ഒരാൾ മരിച്ചു പോയാൽ പാടെ പിരിഞ്ഞു പോയി എന്ന് കരുതണ്ട, പാടെ പിരിച്ചു വിട്ടു എന്ന് കരുതണ്ട. എന്തുകൊണ്ട്? മരിച്ചു പോയ ഒരാൾക്ക് ചില കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാനും മനസ്സിലാക്കി തരാനും ഒക്കെ കഴിയും. ഇനി അത് പറഞ്ഞാൽ അത് വലിയ അന്ധവിശ്വാസമാകും. അതിനാണ് ഞാൻ തെളിവ് സഹിതം ഒരു ഉദാഹരണം പറയാം. നിരവധി ഉദാഹരണങ്ങൾ ചരിത്രത്തിലുണ്ട്. എന്നാൽ ഒരു ഉദാഹരണം ഞാൻ പറയുന്ന ഉദാഹരണം വളരെ മനോഹരമായി തൊബറാനി ഉദ്ധരിച്ചതാണ്. അതുപോലെ തന്നെ ഹാക്കിം മുസ്തദ്റക്കിൽ ഉദ്ധരിച്ചതാണ്. ചരിത്രത്തിൽ മനോഹരമായി രേഖപ്പെടുത്തി വെച്ചതാണ്. ഈ സംഭവം നടക്കുന്നത് സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹുമായി ബന്ധപ്പെട്ടാണ്. സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകനല്ല. പ്രവാചകന്മാർക്ക് ചില കഴിവുണ്ടെന്ന് ചിലർ പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ വിശ്വസിക്കുന്നുണ്ട്. ആ കഴിവുകൾ തെളിയിക്കപ്പെട്ടതാണ്. അള്ളാഹു ആ കഴിവ് അവർക്ക് കൊടുത്തിട്ടുണ്ട്, ശരിയാണ്. എന്നാൽ പ്രവാചകനല്ലാത്ത സാധാരണക്കാരനായ ഒരു സ്വഹാബി സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല, അദ്ദേഹത്തിന്റെ സവിശേഷത അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനത്തിന്റെ എല്ലാ മേഖലകളിലും പ്രഗൽഭരെ അംഗീകാരം കൊടുത്തു നിർത്തിയിരുന്നു. അതിൽപ്പെട്ട ഒന്നാണ് ലേഖനങ്ങൾ എഴുതുന്നതിനും മറ്റുള്ളവർ കൊണ്ടുവരുന്ന കത്തുകൾ എഴുതുന്നതിനും ഖുർആൻ എഴുതുന്നതിനും ഒക്കെ ചുമതലപ്പെടുത്തിയ കാത്തിബുർ റസൂൽ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല. കവിതകൾ ചൊല്ലിക്കൊണ്ട് സമൂഹത്തിന് ഇസ്ലാമിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന മനോഹരമായ കവിതയുടെ ഉടമ ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല. ഇതിനൊക്കെ ഇസ്ലാമിലെ പ്രബോധനത്തിൽ വലിയ സ്ഥാനമുണ്ട്. എന്ന പോലെ പ്രസംഗത്തിന് പ്രബോധനത്തിൽ വലിയ സ്ഥാനമുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് പറ്റിയ ഒരാളായിരുന്നു സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല. ഈ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു തആലയെ ഉദ്ധരിക്കുന്ന ഒരു സംഭവം ചരിത്രത്തിൽ കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ. യമാമ യുദ്ധത്തിൽ ബഹുമാനപ്പെട്ടവർ ധീരമായി പൊരുതി. അങ്ങനെ യമാമ യുദ്ധത്തിൽ അദ്ദേഹം ധൈര്യമായി. യമാമ യുദ്ധം വലിയ പ്രതിസന്ധിയുടെ യുദ്ധമായി. നിങ്ങൾക്കറിയാം, ഇസ്ലാമിനെതിരെ പ്രവാചകത്വം വാദിച്ചുകൊണ്ട് കടന്നു വന്ന മുസൈലിമത്തുൽ കദ്ദാബിന്റെ കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്ത് അതിനെ ചെറുക്കാൻ വേണ്ടി ദിശനാപരമായ പ്രവർത്തനങ്ങളൊക്കെ നടത്തി. അവൻ അക്രമത്തിലേക്ക് നീങ്ങപ്പോൾ ആ രീതിയിൽ തന്നെ നേരിട്ട് അയാളുമായി നടന്ന യുദ്ധമാണ് യമാമ യുദ്ധം. ആ യമാമ യുദ്ധത്തിൽ ധീരമായി പങ്കെടുത്ത വ്യക്തിയാണ് മുസൈലിമക്കെതിരെ സാബിത്ത് ഇബ്നു ഖൈസ്, സാലിം മൗല, അബീ ഹുദൈഫ തുടങ്ങിയ മഹത്തുക്കളൊക്കെ അവർ ഷഹീദായി. യുദ്ധത്തിൽ മരിച്ചു, ഷഹീദായി എന്ന് മാത്രമല്ല മറമാടുന്ന ആളുകളൊക്കെ പങ്കെടുത്തു. ഖബറിൽ അവരെ മറമാടിയതിന്റെ ശേഷം അന്നത്തെ രാത്രി നടന്ന ഒരു സംഭവം വളരെ ഗൗരവമായി പറയുന്നു. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടതിന്റെ ശേഷം അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്ന ഒരു കാര്യം നോക്കൂ നിങ്ങൾ. അദ്ദേഹം മരണപ്പെട്ടതിന്റെ ശേഷം കഥകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്ലാമിന് ആളെ കൂട്ടേണ്ട ഒരു കാര്യവും നമുക്കില്ല. കിതാബിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഉദ്ധരിക്കുക മാത്രമാണ്. ഇനി നമ്മൾ ഇല്ലാത്തത് പറഞ്ഞു എന്ന് പറഞ്ഞ് വെറുതെ ആക്ഷേപം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായി ഒപ്പം സമരം ചെയ്തിരുന്ന ഒരു സമരഭടനോട് സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു. എന്താണ് അദ്ദേഹം? ഇത് അതാഹു ഫീ മനാമിഹി ഫഖാല ലഹു. ഈ വ്യക്തി ഉറങ്ങിക്കിടക്കുമ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഊസീക ബി വസിയത്തിൻ, എനിക്കൊരു വസിയത്ത് ചെയ്യാം. കണ്ടോ, മരിച്ചു പോയ ആൾ ഇങ്ങോട്ട് വസിയത്ത് ചെയ്യാം. ഇന്നലെ ഖബറിലിറക്കിയ ആൾ വസിയത്ത് ചെയ്യണം. എന്താ വസിയത്ത് ചെയ്യുന്നത്? ഇയ്യാക അൻ തഖൂല ഹാദാ ഹുലുമുൻ ഫതുവയ്യഹു. ആമുഖമായി തന്നെ പറഞ്ഞു, നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഇപ്പൊ നിന്നോട് പറയുന്ന സംഗതി ഒരു പാഴ്സ്വപ്നമാണെന്ന് കരുതണ്ട, കള്ളസ്വപ്നമല്ല. കാരണം കള്ളസ്വപ്നം കാണുന്ന ആൾക്കാരൊക്കെ പിന്നെ വരുന്നതായിരിക്കും അതിന്റെ അർത്ഥം. ഞാൻ ഈ പറയുന്ന കാര്യം കള്ളസ്വപ്നമല്ല, നീ ശരിക്കും മനസ്സിലാക്കണം. എന്താ പറയുന്നത്? അദ്ദേഹം കൃത്യമായി പറഞ്ഞു കൊടുത്തു. ഇന്നി ലമ്മാ ഖുതിൽതു മർറബി റജുലുൻ മിനൽ മുസ്ലിമീന ഫഅഖദ ദിർഈ. ഇന്നലെ ഞാൻ കൊല്ലപ്പെട്ടതിന്റെ ശേഷം എന്റെ പടയെങ്കിൽ ഒരു മനുഷ്യൻ എടുത്തുകൊണ്ട് പോയി വെച്ചിട്ടുണ്ട്. ആ സംഭവം ശരിക്കങ്ങനെ പറഞ്ഞു കൊടുത്തു എന്ന് മാത്രമല്ല, വമൻസിലുഹു, അവന്റെ വീടുള്ളത് ഫി അഖ്സൻ നാസി, ജനങ്ങൾ താമസിക്കുന്നതിന്റെ അങ്ങേ അറ്റത്താണ്. വഇൻദ ഖിബാഇഹി ഫറസുൻ, അവന്റെ ഹൈമന്റെ അടുത്ത് ഒരു കുതിരയുണ്ട്. ആ കുതിര അതിന്റെ സമീപത്തുണ്ട്. അതിന്റെ പാത്രത്തിലാണ് വെച്ചിട്ടുള്ളത്. ആ പാത്രത്തിൽ ഒരു മൂടിയും വെച്ചിട്ടുണ്ട്. 1 by 1 ആയിട്ട് ആ നിൽക്കുന്ന സ്ഥലം, ഈ സഹോദരൻ അടി എടുത്തു കൊണ്ടുപോയി വെച്ച സ്ഥലം, അത് വെച്ച പാത്രം, ആ പാത്രത്തിന്റെ സമീപത്തുള്ള മൃഗം, ആ പാത്രത്തിന് വെച്ച മൂടി, 1 by 1 ആയിട്ട് സ്വപ്നത്തിൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഹദീസിന്റെ കിതാബിലുണ്ട്, താരീഖിന്റെ കിതാബിലുണ്ട്, എല്ലാവരും അംഗീകരിക്കുന്ന താരീഖിന്റെ കിതാബുകളിലൊക്കെ ഉണ്ട്. എന്നിട്ട് അദ്ദേഹം അവസാനം പറഞ്ഞത് എന്താണ്? ഫഅതി ഖാലിദ് ഇബ്നുൽ വലീദ്. അതുകൊണ്ട് ഞാൻ നിന്നോട് ഇപ്പൊ സ്വപ്നത്തിൽ പറയുന്നത്, നീ നാളെ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അടുത്ത് പോകണം. അതെന്താ കാരണം? ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല ആ സൈന്യത്തിന്റെ ക്യാപ്റ്റനാണ്. സൈനിക നായകൻ ഖാലിദ് റളിയല്ലാഹു തആല അടുത്ത് പോകണം. എന്നിട്ട് ഈ വിവരങ്ങളൊക്കെ നീ ഒന്ന് പറഞ്ഞു കൊടുക്കണം. എന്റെ പടയെങ്കിൽ ഇന്ന ആളെടുത്തു, അവന്റെ വീടിന്റെ സ്ഥലത്താണ്, അത് നിൽക്കുന്ന പാത്രം ഇന്ന സ്ഥലത്താണ്, അതിന്റെ സ്ഥലത്തിന്റെ അടയാളങ്ങളൊക്കെ കൃത്യമായിട്ട് വരച്ച അടയാളം കാണിച്ചു പറഞ്ഞു കൊടുത്തു. അവിടെ ഖാലിദ് റളിയല്ലാഹു തആലയോട് ചെന്നിട്ട് ഇത് പറയണം, അത് തിരിച്ചെടുക്കണം, അത് ബൈത്തുൽ മാലിലുള്ളതാ. അതെന്താ? അത് ഒനീമത്ത് സ്വത്താ, ഒരാൾക്ക് സ്വന്തം അങ്ങനെ എടുക്കാനുള്ളതല്ല. അതുകൊണ്ട് അത് തെറ്റാണ്, അത് അവരിൽ നിന്ന് തിരിച്ചു പിടിക്കണം. മിൻ ഇന്ദി ആഖിരി, അത് ആരെ കയ്യിലാണോ അവിടുന്ന് തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ഖാലിദ് റളിയല്ലാഹു തആല നാളെ പോയിട്ട് അത് പറയണം. എന്നിട്ട് ഒരു വസിയത്ത് കൂടി ചെയ്തു. എന്താ വസിയത്ത്? വഇദാ ഖദിംതൽ മദീനത അലാ ഖലീഫത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യുദ്ധമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ നേരെ മദീനത്ത് ഇസ്ലാമിന്റെ ഖലീഫയുടെ സമീപത്ത് ചെല്ലുമ്പോൾ, യുദ്ധം കഴിഞ്ഞ് നിങ്ങൾ ഖലീഫയുടെ സമീപത്തെത്തുമ്പോൾ, മദീനയിലെത്തുമ്പോൾ, യഅനി അബൂബക്കർ സിദ്ദീഖ്, ഖലീഫ എന്നതുകൊണ്ട് ഉദ്ദേശിച്ച സിദ്ദീഖ് അക്ബർ തങ്ങളെയാണ്.
നിങ്ങൾ യുദ്ധമൊക്കെ കഴിഞ്ഞ് പിരിച്ചുവിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയുടെ സമീപത്ത് നിങ്ങൾ എത്തുമ്പോൾ ഫഖുൽ ലഹു, നിങ്ങൾ അദ്ദേഹത്തോട് പറയണം. എന്താ പറയേണ്ടത്? രണ്ട് കാര്യം അദ്ദേഹത്തോട് പറയണം. ഒന്ന്, ഇന്ന അലയ്യ മിനദ്ദൈനി കദാ വകദാ വലി മിനദ്ദൈനി കദാ വകദാ, എനിക്ക് ഇത്രയും കടണ്ട്, ഇത്രയും കട എനിക്ക് കിട്ടാനുണ്ട്, എന്റെ ഇന്ന അടിമകളെ മോചിപ്പിക്കാനുണ്ട്, അതിന്റെ വകയിൽ ഇത്ര കിട്ടാനുള്ള രേഖ ഉണ്ട്. അവ കിട്ടാനും അറിയപ്പെടുന്നില്ല. ഉജീസത്ത് വസിയ്യത്തുഹു ബഅദ മൗതിഹി, മരിച്ചതിന്റെ ശേഷം അവന്റെ വസിയത്ത് നടപ്പാക്കിയ ഒരു സംഗതി. വസിയത്ത് നടപ്പാക്കും. ജീവിച്ചിരിക്കുമ്പോ വസിയത്ത് ചെയ്ത പിതാക്കളുടെ വസിയത്ത് മക്കൾ നടപ്പാക്കും. ജീവിച്ചിരിക്കുമ്പോ പലരും വസിയത്ത് ചെയ്യാറുണ്ട്. മരണശേഷം വസിയത്ത് ചെയ്ത് നടപ്പാക്കിയ ഒരു സംഗതി സാബിത്ത് ഇബ്നു ഖൈസിന്റെതല്ലാതെ റളിയല്ലാഹു തആലഹുവിന്റെതല്ലാതെ മരിച്ചിട്ട് പിന്നെ വസിയത്ത് നടപ്പാക്കിയ ഒരു സംഭവം ചരിത്രത്തിൽ എവിടെയും ഇല്ല എന്ന് ഉദ്ധരിക്കുന്നിടത്ത് ചരിത്രം പറയുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എങ്ങനെയാണ് മരിച്ചുപോയ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു തആലഹുവിന് ജീവിച്ചിരിക്കുന്ന ഒരാളോട് വസിയത്ത് ചെയ്യാൻ പറ്റിയത്? അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റേതെല്ലാം അവസാനിച്ചു എന്ന ധാരണ ശരിയല്ലല്ലോ. ആ ധാരണ ഒരിക്കലും ശരിയല്ല. മരിച്ചു കഴിഞ്ഞാലും നല്ലവരായ അള്ളാഹുവിന്റെ അടിമകൾക്ക് ചില കാര്യങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ അവകാശമുണ്ട്, അവസരമുണ്ട് എന്നല്ലേ ഇത് സൂചിപ്പിക്കുന്നത്? എല്ലാവർക്കും അങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നില്ല. കെട്ടുകഥകൾ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുകയും വേണ്ട. വലിയ വലിയ ഇമാമുമാർ ഇങ്ങനെ ഒരു കാര്യം ഉദ്ധരിക്കുമ്പോൾ അതൊക്കെ ഇസ്ലാമിൽ അടിത്തറയില്ലാത്തതാണ് എന്ന് പറയണ്ട. എന്തിനധികം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ജാജ്വല്യമാനമായ പങ്ക് വഹിച്ച ബഹുമാനപ്പെട്ട വലിയുല്ലാഹി ഉമർ ഖാദി റഹിമഹുല്ലാഹ്. സമയം പോയി, 10 മണിയായി. ഞാൻ 10:30 അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ചതാ. അല്പസമയം കൂടി പോരെ? മതിയോ? ഇൻഷാ അല്ലാഹ് ദീർഘിപ്പിക്കുന്നില്ല. കാരണം ദീർഘ സഞ്ചരിക്കാനുള്ള. നാളെ രാവിലെ പാണക്കാട്ട് ഒരു സമൂഹ വിവാഹം ഉണ്ടതാ. തങ്ങള് വേഗത്തിൽ പോകാൻ ധൃതി പിടിച്ച ഞങ്ങളൊക്കെ അതിന്റെ സംഘാടകരാണ്. അതുകൊണ്ടാണ് പാണക്കാട്ടെ പള്ളിയിൽ നടക്കുന്ന ഒരു സമൂഹ വിവാഹമുണ്ട്. ആ സമൂഹ വിവാഹത്തിൽ ഞങ്ങളൊക്കെ അതിന്റെ സംഘാടകർ. മലപ്പുറം ജില്ലാ SY നടത്തുന്ന പരിപാടിയാണ്. അതിന് എത്തിച്ചേരണം. അത് പ്രഭാതത്തിൽ 8 മണിക്ക് ആരംഭിക്കുന്ന ഒരു ചടങ്ങാണ്. 9 മണിക്ക് പിരിച്ചുവിടുന്ന ചടങ്ങ്. അതുകൊണ്ടാണ് തങ്ങൾ ഇത്ര ധൃതി പിടിച്ചു പോകാൻ കാരണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വിഷയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. പിന്നെ ഞാൻ എന്തിനു വന്നു എന്ന് ചോദിക്കും. എന്നെ നെല്ലിക്കുന്നു എന്നൊരു വ്യക്തി ആദരിച്ചുകൊണ്ട് വന്നതാ, ഉപ്പാപ്പാനെ സ്നേഹിച്ചുകൊണ്ട് വന്നതാ. എന്നെ നെല്ലിക്കുന്നു വളരെ ഗൗരവത്തോടെ ഇതിന് വരണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ സന്തത സഹചാരി എന്റെ നാട്ടുകാരൻ സലീം പ്രത്യേകം വീണ്ടും 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 ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ എങ്ങനെ വരാതിരിക്കാനാ? അപ്പൊ പാലക്കാട് ജില്ലയിൽ ഏറ്റിരുന്ന മനുഷ്യജാലിക പ്രോഗ്രാം കാസർകോട്ടേക്ക് മാറ്റി ഇന്റർചേഞ്ച് ചെയ്ത് വന്നതാ. എന്താവട്ടെ, അത് വിഷയമല്ല. ഞാൻ ആ വിഷയത്തിലേക്കല്ല കടക്കുന്നത്. ഞാൻ ഇതിലേക്കാ വരുന്നത്. നമ്മൾ ഈ കാര്യം ശരിക്കും മനസ്സിലാക്കി അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറ എന്തെന്ന് ശരിക്കും ബോധ്യപ്പെടുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഉമർ ഖാദി തങ്ങൾ ആരായിരുന്നു? മഹാനായ സയ്യിദുന ഉമർ ഖാദി തങ്ങൾ ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ നികുതി നിഷേധ പ്രസ്ഥാനം നയിച്ച ആളാ. അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാമെന്ന സമയത്ത് ആ നാട്ടുകാരെ മുഴുവൻ പറയുന്നു, നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ പരമ്പരാഗതമായി പറഞ്ഞു വരുന്നൊരു കാര്യമാണ്. ആ നാട്ടുകാർ പറഞ്ഞു വരുന്നൊരു കാര്യമാണ്. ഇപ്പോഴും അവിടെ ചെന്ന് കാണുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിരുന്ന അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആ കൂട്ടുകാരൻ സൈനുദ്ദീൻ എന്നാണ് പേര്. ചരിത്ര പുസ്തകത്തിൽ കാണുന്നത് സൈനുദ്ദീനിൽ മരക്കാർ എന്ന, മരക്കാര് എന്ന് വിളിക്കപ്പെടുന്ന ഒരു സൈനുദ്ദീൻ സാഹിബ് ഉണ്ടായിരുന്നു. ഉമർ ഖാദി തങ്ങൾ അടുത്ത കൂട്ടുകാരനാണ്. ആ ഉമർ ഖാദി തങ്ങൾ ബ്രിട്ടീഷുകാരെ ജയിലിലേക്ക് പോകുന്ന സമയത്ത് സൈനുദ്ദീൻ എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ഖബർ അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ട്. അദ്ദേഹം ആ ഖബറിൽ ഇങ്ങനെ കിടക്കുമ്പോ ഉമർ ഖാദി തങ്ങൾ ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി, നിങ്ങൾക്കറിയാം നികുതി തരില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ തുക്കടി സാഹിബ് അറസ്റ്റ് ചെയ്തു. തുക്കടി സാഹിബ് അദ്ദേഹത്തെ ഹാജരാക്കാൻ പറഞ്ഞു. ഹാജരാക്കി. തുക്കടി സാഹിബിനോട് അദ്ദേഹം ദേഷ്യം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. തുക്കടി സാഹിബ് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താ നികുതി തരാത്തത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ നികുതി തരൂല. എന്തുകൊണ്ട്? നിങ്ങൾ ലാലിമീങ്ങളാണ്. ലാലിമീങ്ങളായ ഗവൺമെന്റിന് നികുതി തരാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ല എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു വാക്ക് ബ്രിട്ടീഷുകാരെ മുഖത്ത് നോക്കി ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യം പറഞ്ഞത് ഉമർ ഖാദി തങ്ങളാ. നോക്കണം നിങ്ങൾ, ഗാന്ധിജി ജനിക്കുന്നതിന്റെ 50 കൊല്ലം മുമ്പ്. അവിടെ നിങ്ങൾ പഠിക്കേണ്ടത്. നമ്മുടെ പൗരത്വം ചോദ്യം ചെയ്യാൻ വരുമ്പോ പറഞ്ഞു കൊടുക്കണം, ഗാന്ധിജി എന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ജനിക്കുന്നതിന്റെ 50 കൊല്ലം മുമ്പ് ഉമർ ഖാദി തങ്ങൾ ബ്രിട്ടീഷുകാരോട് പറഞ്ഞു, നികുതി തരൂല. എന്തുകൊണ്ട്? നിങ്ങൾ ലാലിമ്യങ്ങളാണ്, ഈ നാട് ഞങ്ങളുടേതാ, ഞങ്ങളുടെ നാടിന് നിങ്ങൾക്ക് നികുതി തരാൻ പറ്റൂല. അപ്പോഴാ സാഹിബ് ചോദിച്ചു, വാട്ട് ഡു യു സേ? സാഹിബിന്റെ ഭാഷ ദേഷ്യം പിടിച്ചപ്പോ വന്നു. ഉമർ ഖാദി തങ്ങൾ അതേ ഭാഷയിൽ തിരിച്ചെടുത്തു, മാതാ തഖൂലിയ ബത്താൽ. അങ്ങനെ കുഴപ്പം തുടങ്ങണത്. അങ്ങനെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ആ അറസ്റ്റ് ചെയ്തു. ജയിലിൽ നിന്ന് അദ്ദേഹം എങ്ങനെയോ രക്ഷപ്പെട്ടു. അദ്ദേഹം കോടഞ്ചേരി പള്ളിയിൽ ഒന്ന് സുബൈ നിസ്കരിച്ച് വെളിയങ്കോട്ടെത്തി. സെർച്ച് വാറന്റുമായി പോലീസ് വരുമ്പോൾ വെളിയങ്കോട്ടെ പള്ളിയിൽ നിസ്കരിച്ചിരിക്കുന്നു. അവിടുന്ന് പിടികൂടിയിട്ട് കൊണ്ടുപോവാൻ.
കൊണ്ടുപോകുന്ന സമയത്ത് ജനങ്ങളൊക്കെ വാശി പിടിച്ചു. അദ്ദേഹത്തെ നടത്തി കൊണ്ടുപോകാൻ പറ്റൂല, പല്ലക്കിലേക്ക് കൊണ്ടുപോകാം. പട്ടാളക്കാർ പറഞ്ഞു പറ്റൂല, പോലീസ് പറഞ്ഞു പറ്റൂല, കുറ്റവാളിയെ നടത്തിയേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ജനങ്ങൾ മുഴുവൻ അങ്ങ് തടഞ്ഞു. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ശിഷ്യഗണങ്ങൾ അമുസ്ലിങ്ങൾ പോലും ഉണ്ടായിരുന്നു. അവസാനം പട്ടാളക്കാർ പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് കോഴിക്കോട് എത്തിച്ചെന്നാൽ മതി. അദ്ദേഹത്തെ പല്ലക്കിലാണ് കൊണ്ടുപോയത്. അറസ്റ്റ് ചെയ്ത വ്യക്തിയെ പല്ലക്കിൽ കൊണ്ടുപോയ ചരിത്രാദ്യ. ആ പോകാൻ വേണ്ടി അദ്ദേഹം ഒരുങ്ങുന്ന സമയത്ത് ആ കബറിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു തരാം, മരക്കാരെ ഞാൻ ബ്രിട്ടീഷുകാരെ ജയിലിലേക്ക് പോവാണ് എന്ന് അത്ര പറഞ്ഞു. ആ പറഞ്ഞ വാക്ക് കേട്ട് കബർ പൊട്ടി. കബർ പൊട്ടി. ഇത് പറയുമ്പോ പലർക്കും അതിശയോക്തിയായിട്ട് തോന്നുന്നവർ വിശ്വസിക്കണ്ട, കളിയാക്കണ്ടെന്ന് വെച്ചാൽ മതി. അത് പൊട്ടി. വെളിയങ്കോട്ടുകാര് പറഞ്ഞതും ചരിത്ര പുസ്തകത്തിലുള്ളതാണ്. ആ കബറ് പൊട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ആ വാചകം അവിടെ കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് എന്തോ ഒരു പ്രത്യേക വികാരമുണ്ടാവും. അല്ലെങ്കിൽ അള്ളാഹു അങ്ങനെ ചെയ്തു, അള്ളാഹു പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ പോരെ. മൗലിദിലുണ്ടല്ലോ അദ്ദേഹത്തിന്റെ താരീഖിൽ വമിൻ കറാമാതിഹിൽ കുബ്റല്ലതി ശുഹിറത് ശക്കുല്ലി ഖബരി മരകാരിൻ കമാ ലഹറ. വമിൻ കറാമാതിഹി ഉമർ ഖാദി തങ്ങളുടെ വലിയ കറാമത്തിൽപ്പെട്ടതാണ്. വമിൻ കറാമാതിഹിൽ കുബ്റ ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ പ്രത്യേകമായ സിദ്ധിയിൽപ്പെട്ട അള്ളാഹു കൊടുത്ത കഴിവിൽപ്പെട്ട ഒന്നാണ് ശക്കുല്ലി ഖബരി മരകാരിൻ കമാ ലഹറ. ഖബർ മരക്കാർ എന്ന് പറയുന്നതിന്റെ സുഹൃത്തിന്റെ ഖബറിന്റെ പൊട്ട് എവിടെയാണത്? ഹാദാ ബി ഖുർബി മസാരി ശൈഖി ഖിസ്സതുഹു മഅലൂമത്തുൻ ശഖുൽ മദ്കൂറു ഹൈതു യുറാ. ഹാദാ ബി ഖുർബി മസാരി ശൈഖ്, മഹാനായ ഉമർ ഖാദി തങ്ങളാകുന്ന ശൈഖിന്റെ ഖബറിന്റെ സമീപത്താണ് ആ ഖബറും. ഹാദാ ബി ഖുർബി മസാരി ശൈഖി ഖിസ്സതുഹു മഅലൂമത്തുൻ ശഖുൽ മദ്കൂറു ഹൈതു യുറാ. ആ കബർ പൊട്ടിയ സംഭവം എല്ലാവർക്കും അറിയാവുന്ന ഇന്നും കാണപ്പെടുന്ന ഒരു സത്യമാണ്. വെളിയങ്കോട്ടുകാർ അങ്ങനെ വിശ്വസിക്കുന്നു, നമ്മൾ കണ്ടിട്ടൊന്നുമില്ല, ചരിത്രത്തിൽ അങ്ങനെ പറയുന്നത്. അപ്പൊ മരിച്ചു പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ആൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിവ് കൊടുത്താൽ ചിലതൊക്കെ ചെയ്യാൻ പറ്റും. അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാന്റെ ശരീരം ആ വിധം തന്നെ കബറിൽ ഉണ്ടാകുമെന്ന് കൃത്യമായി പരിശുദ്ധ ദീൻ പഠിപ്പിച്ചതും അങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളം തെളിയിക്കപ്പെട്ടതുമല്ല. കാസർഗോഡ് പോലും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. ഞാനിപ്പോ അതിലേക്കൊന്നും പോകുന്നില്ല. ഈ കറാമത്തുകളും മറ്റു കഥകളും പറഞ്ഞുകൊണ്ട് പെരുപ്പിക്കലല്ല എന്റെ ജോലി. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, അടിസ്ഥാനപരമായി ഇതിന്റെ മുന്നിൽ നമ്മൾ അള്ളാഹുവിന്റെ ദീൻ എന്ത് പറയുന്നു എന്ന് നോക്കി വേണം ഇത് പറയാൻ. ആ തരത്തിലുള്ള ഒരു ആത്മീയത നമ്മുടെ സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോകരുത്. എന്നാൽ അന്ധവിശ്വാസം ഉണ്ടാവുകയും ചെയ്യരുത്, അനാചാരത്തിലേക്ക് വഴുതി പോവുകയും ചെയ്യരുത്. വിശ്വസിക്കേണ്ടത് അള്ളാഹു ഏകനാണെന്നാണെങ്കിൽ ഉലൂഹിയത്തിന് അർഹൻ പടച്ചറബ് മാത്രമേ ഉള്ളൂവെങ്കിൽ, ഇബാദത്ത് പടച്ചറബിന് മാത്രമേ അർഹിക്കപ്പെടാൻ പാടുള്ളൂവെങ്കിൽ അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ബാക്കിയുള്ള ആരെയും നമ്മൾ ആരാധിക്കുന്നില്ല, ആദരിക്കുന്നേ ഉള്ളൂ. ആരാധനയും ആദരവും നമ്മൾ ശരിക്ക് വ്യതിരിക്തമാക്കി മനസ്സിലാക്കി സമൂഹത്തോട് പറഞ്ഞാൽ പ്രശ്നം തീരും. നല്ലവരുടെ കൂടെ നിൽക്കണമെന്ന് ദീനിന്റെ താല്പര്യമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ കൂനൂ മഅ സ്വാദിഖീൻ എന്ന് പറഞ്ഞത്. നല്ല മനുഷ്യന്മാരുണ്ട് ഇവിടെ. വല്ലദീ ജാഅ ബിസ്സിദ്ഖി വസദ്ദഖ ബിഹി ഉലൈക ഹുമുൽ മുത്തഖൂൻ. സത്യം കൊണ്ടുവരികയും സത്യത്തിന്റെ മേൽ നിലകൊള്ളുകയും ചെയ്തൊരു സമൂഹമുണ്ട് ഇവിടെ. ആ സമൂഹമാണ് അല്ലാഹുവിന്റെ മുത്തഖീങ്ങളായ അടിമകൾ. ആ മുത്തഖീങ്ങളായ അടിമകളുടെ കൂടെ നിങ്ങൾ നിന്നാൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ പറഞ്ഞു നിങ്ങൾക്ക് ഗുണം കിട്ടും. നിങ്ങൾ അവരെ പോലെ ആകാൻ ശ്രമിക്കണം, അവരാകാൻ നിങ്ങൾ പരിശ്രമിക്കണം. ഒരു പക്ഷേ അവരുടെ അടുത്തേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞു എന്ന് വരൂല, പക്ഷേ ആ ശ്രമത്തിന് കൂലിയുണ്ട്. ഫതശബ്ബഹു ഇല്ലം തകൂനു മിഥ്ലഹും ഇന്നത്തശബ്ബുഹ ബിൽ കിറാമി ഫലാഹു. ഫതശബ്ബഹു, നിങ്ങൾ നല്ല നല്ല മനുഷ്യന്മാരെ പോലെ ആകാനൊന്ന് ശ്രമിച്ചു. അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരെ കൂടെ ഒന്ന് ചേരാൻ ശ്രമിച്ചു നോക്ക്. ഇല്ലം തകൂനു മിഥ്ലഹും, അവരെ പോലെ ആകാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞോളന്നില്ല. അവരെ പോലെ ആകാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് പറ്റിയെന്ന് വരൂല. പക്ഷേ ഇന്നത്തശബ്ബുഹ ബിൽ കിറാമി ഫലാഹു, നല്ല മനുഷ്യന്മാരെ കൂടെ നിൽക്കുക എന്നുള്ളത് വിജയത്തിന്റെ ഒരു ലക്ഷണം. അത് വിജയത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ അവരുടെയൊക്കെ ഹഖ്ജാക്ക് ബറക്കത്ത് കൊണ്ട് നമ്മുടെ വ്യക്തി വിശുദ്ധി കൊണ്ടുമാണ് നമ്മുടെ രാജ്യത്ത് അനുഭവിക്കുന്ന പ്രതിസന്ധികളെ പരിഹരിക്കേണ്ടത്. ഇന്നിപ്പോ ഇന്ത്യയുടെ റിപ്പബ്ലിക്കാ നിങ്ങൾക്കറിയാം. രാജ്യം റിപ്പബ്ലിക് ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ പോലും നമ്മുടെ രാജ്യത്ത് ഇപ്പൊ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ നിയമമന്ത്രിയും നമ്മുടെ ഉപരാഷ്ട്രപതിയും ഒക്കെ പറയുന്നത് പാർലമെന്റാണ് വലുത് എന്നാണ്. പാർലമെന്റാണ് വലുത്, പാർലമെന്റിന് അപ്പുറത്തൊരു കോടതി ഇല്ല എന്ന് അവർ പറയുന്നു.
പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ഫണ്ടമെന്റൽ റൈറ്റ് ഒന്നും മാറ്റാൻ പാർലമെന്റിന് അവകാശമില്ല. പാർലമെന്റിന് അവകാശമുണ്ട് എന്നാണ് അവർ വാദിക്കുന്നത്. ആ അവസ്ഥ മുന്നോട്ട് പോയാൽ നമ്മുടെ രാജ്യത്തിന്റെ മൗലികാവകാശം ചോദ്യം ചെയ്യപ്പെടും. നമ്മുടെ രാജ്യത്ത് കൃത്യമായി കേശവാനന്ദ ഭാരതി കേസ് കാസർഗോഡുമായി ബന്ധപ്പെട്ടതാ. നിങ്ങളെ നാട്ടിലാണ് സംഭവിച്ചത്. കാസർഗോഡ് ഇളനീർ മഠത്തിന്റെ മഠാധിപതി കേശവാനന്ദ ഭാരതി നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന നിയമമായിരുന്നു. 1969 ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമമാണ് നമ്മുടെ രാജ്യത്തെ ഭൂപരിഷ്കരണ നിയമം. മഠത്തിന്റെ സ്വത്ത് പിടിച്ചെടുത്തപ്പോൾ അദ്ദേഹം കോടതിയിൽ പോയി. ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ഭരണഘടനാ കേസാണത്. 13 അംഗ ഭരണഘടനാ ബെഞ്ച് ഇരുന്ന് 68 ദിവസം ചർച്ച ചെയ്ത വലിയ സംഭവമാണ്. ആ സംഭവത്തിന്റെ വിധിയിൽ 9 പേര് ഒപ്പിട്ട വിധിന്യായത്തിൽ 13 പേരിൽ 9 ജഡ്ജിമാർ ഒപ്പിട്ട വിധിന്യായത്തിൽ പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി അമെൻഡഡ്. ഭരണഘടന വേണമെങ്കിൽ മാറ്റാം. ഇപ്പൊ ഒരു മതത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ അവരുടെ ആചാരം അത് മറ്റുള്ളവരുടെ മേൽ അത് അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് രാജ്യം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കരമായ അപകടം. അപ്പോൾ ഭരണഘടന സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മുടെ പൂർവികർ ഇന്ത്യക്ക് വേണ്ടി സമരം ചെയ്ത് രക്തം ചിന്തി മരിച്ച ആളുകളാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പങ്ക് വഹിച്ച ജനസമൂഹമാണ് നമ്മുടെ അവിടെ കിട്ടാത്ത സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്. അവിടെ നടക്കാത്തത് നമുക്കിവിടെ നടത്താൻ പറ്റും. അപ്പൊ നമുക്ക് ഇന്ത്യ തന്നെയാണ് പ്രധാനം. നമ്മുടെ രാജ്യം തന്നെയാണ് നമുക്ക് പ്രധാനം. ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ് പ്രധാനം. അന്ന് നമ്മൾ ഇന്ത്യക്ക് വേണ്ടി നിലകൊണ്ടത് കൊണ്ടാണ് ഇന്ത്യക്കാരായത്. നമ്മുടെ പൂർവികർക്ക് പാകിസ്ഥാനിലേക്ക് പോകാൻ അവസരമുണ്ടായിട്ടും അവിടേക്ക് പോകുന്നതിന് പകരം ഇന്ത്യയെ സ്നേഹിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ നിയമം കൊണ്ടുവരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമുണ്ട്. അതിനെ ചോദ്യം ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് അതിനുള്ള ഈമാനികമായ കരുത്ത് കിട്ടാൻ ഇസ്ലാമികമായ ജീവിതമാണ് വേണ്ടത്. നല്ല മുസ്ലിങ്ങളായി ജീവിച്ച് അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കുകയും നല്ല വിദ്യാഭ്യാസവും ഐക്യവും നേടിയെടുക്കുകയും ചെയ്യണം. അതാണ് മുസ്ലിം ഉമ്മത്ത് എന്ന് പഠിക്കേണ്ട വലിയ പാഠം. ഈ 3 കാര്യം നിങ്ങൾ എന്ത് നേടുന്നോ? ഒന്ന്, നല്ല ഇസ്ലാമിക ജീവിതം, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പടച്ചറപ്പിന്റെ സഹായം കിട്ടത്തക്ക വിധമുള്ള ജീവിതം. 2, നല്ല ഐക്യം. 3, നല്ല ഭൗതിക വിദ്യാഭ്യാസം. മതവിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അള്ളാഹിനെ പേടിയുണ്ടാവും. അത് ആദ്യത്തിൽ പറഞ്ഞു. 2ാമത് ഐക്യം പറഞ്ഞു. 3ാമത് നല്ല ഭൗതിക വിദ്യാഭ്യാസം. രാജ്യത്തിന്റെ ഉയർന്ന സ്ഥാനത്ത് നിങ്ങൾ എത്തണം. അതിന് കുട്ടികളെ പഠിപ്പിക്കണം. ഇങ്ങനെ ഒരു അജണ്ട വെച്ച് പോയാൽ നമുക്കിവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ആ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള സമഗ്രമായ പ്രവർത്തനങ്ങളാണ് ചെറുപ്പക്കാർ ചെയ്യേണ്ടത്. പിതാവ് ഗൾഫിൽ നിന്ന് അയക്കുന്ന പണവും കൊണ്ട് ചെത്തിപ്പൊളി ചോടി നടന്നുകൊണ്ട് ഫാസ്റ്റ് ഫുഡ് കഴിച്ച് സുബൈ പോലും കള്ള ആക്കി കടന്നുറങ്ങുന്ന ബറക്കത്തില്ലാത്ത വീടാക്കി നിങ്ങളെ വീട് മാറ്റാതെ സുബൈക്ക് കൃത്യമായി എഴുന്നേറ്റ് നിസ്കരിച്ച് പരിശുദ്ധ ഖുർആൻ ഓതി നല്ല നിലയിൽ ഇസ്ലാമിക കൾച്ചർ വീട്ടിൽ കൊണ്ടുവന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി കിട്ടത്തക്ക വിധമുള്ള ജീവിതത്തിലേക്ക് ചെറുപ്പക്കാർ മടങ്ങണം. പണക്കൊഴുപ്പ് കൊണ്ട് നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിക്കുമ്പോൾ പാവപ്പെട്ടവന്റെ വേദന നമ്മൾ കാണണം. അടിച്ചമർത്തപ്പെട്ട നോർത്ത് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ കട്ടപ്പാട് കാണുമ്പോൾ നമുക്കിവിടെ അള്ളാഹു തന്ന നിഅമത്ത് കൊണ്ട് അതിന്റെ പുറപ്പുറത്ത് കയറി നൃത്തം ചവിട്ടാൻ തോന്നാത്ത അവസ്ഥ ഉണ്ടാവണം. അള്ളാഹുവിന്റെ നിഅമത്തിന് ശുക്ർ ചെയ്യാൻ തോന്നണം. അങ്ങനത്തെ ഒരു ഭൗതിക ചിന്ത നമ്മുടെ സമൂഹത്തിൽ പെരുപ്പിക്കുന്നതിന് പകരം ഭൗതികത വേണം, എന്നാൽ അതിന് നിയന്ത്രണം വേണം. സമ്പത്തും സൗകര്യവും ഒക്കെ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനത്തിന് വിനിയോഗിക്കാൻ ചെറുപ്പക്കാരെ ദിശാബോധം കാണിക്കണം. അപ്പോഴേ മാറ്റം വരൂ. ആ മാറ്റത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചത്. ഇൻഷാ അള്ളാഹ് മറ്റൊരു അവസരത്തിൽ മറ്റു വിഷയങ്ങളിലേക്ക് കടന്നുകൊണ്ട് നമുക്ക് വിശാലമായി സംസാരിക്കാനും വീണ്ടും വരാനും പടച്ചറബ് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.